ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. ഇപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ചാപ്റ്ററായിട്ടാണ് വന്നിട്ടില്ല കേട്ടോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി. റെഡി? അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ നമ്മൾ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് ഇവരുടെയൊക്കെ എന്ത് പഠിച്ചു? നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചു അല്ലേ? കഥകളൊക്കെ അറിയാലോ. ഇവരൊന്നും ജനറലി എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല, ബൈജക്റ്റീവ് അല്ല. റെഡി? ബൈജക്റ്റീവ് അല്ല എന്ന് പറയുന്ന സമയത്ത് കറക്റ്റ് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് ഇവരൊന്നും വൺ ഫംഗ്ഷൻ അല്ല അല്ലേ? അവരുടെ റെസ്പെക്റ്റീവ് ഡൊമൈനിൽ എന്തല്ല, വൺ ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമുക്കിതൊക്കെ പഠിക്കണം, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് ഒക്കെ പഠിക്കണം അല്ലേ? അപ്പോൾ ഇവരെ വൺ ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവരുടെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തു അല്ലേ? ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഒക്കെ വരുന്നത്. ക്ലിയർ? അപ്പോൾ എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മക്കൾ പഠിക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് അത് ഇന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ? സൈൻ ഇൻവേഴ്സ് 1/2 വാല്യൂ കണ്ടുപിടിക്കണം. നോക്കടാ, സൈൻ ഇൻവേഴ്സ് 1/2 ശ്രദ്ധിക്കാട്ടോ. സൈൻ ഇൻവേഴ്സ് 1/√2 ആണേ, സോറി, സൈൻ ഇൻവേഴ്സ് 1/√2 ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, നമുക്കറിയില്ല. യെസ്, അപ്പൊ എന്താ റിസൾട്ട്? സൈൻ ഇൻവേഴ്സ് എക്സ് വൈ ആണെങ്കിൽ, സൈൻ ഇൻവേഴ്സ് എക്സ് വൈ ആണെങ്കിൽ മക്കളെ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ. ഇതെല്ലാവർക്കും അറിയല്ലോ. സൈൻ ഇൻവേഴ്സ് എക്സ് വൈ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണേ, സൈൻ ഇൻവേഴ്സ് 1/√2 നമുക്കറിയില്ല. 1/√2 പകരം ഞാൻ എന്ത് കൊടുത്തു? സൈൻ ഇൻവേഴ്സ് 1/√2 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. എനിക്കറിയില്ല എൻ്റെ വാല്യൂ. റെഡി? എങ്കിൽ 1/√2 ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? സൈൻ എക്സ് എന്ന് കിട്ടും അല്ലേ? 1/√2 ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടും. നോക്കടാ, സൈൻ ഏതോ ഒരു ആംഗിൾ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 1/√2 കിട്ടണം അല്ലേ? അത് ഏതാ ആംഗിള് പഠിക്കണം? സൈൻ π/4 അല്ലേ? സൈൻ 45ന്റെ വാല്യൂ എത്രയാ? 1/√2 അല്ലേ? 1/√2 പകരം ഞാൻ എന്ത് കൊടുത്തു? സൈൻ π/4 വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. റെഡി? അപ്പൊ സൈൻ π/4 ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. രണ്ടും സൈനിന്റെ ഫംഗ്ഷനാണ്, രണ്ടും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് റെസ്പെക്റ്റീവ് ആംഗിൾസ് ഷുഡ് ഓൾസോ ബി ഈക്വൽ, റൈറ്റ്? അപ്പൊ ഇവിടുത്തെ ആംഗിൾ ആരാ? π/4. ഇവിടുത്തെ ആംഗിൾ എക്സ് അല്ലേ? π/4 ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി അല്ലേ? സൈൻ ഇൻവേഴ്സ് 1/√2 ആയിരുന്നു എക്സ്. ആ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാ? π/4 എന്ന് കിട്ടി. ചെക്ക് ചെയ്യണം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ -π/2 മുതൽ +π/2 വരെയാ അല്ലേ? എടാ, -90 മുതൽ +90 വരെ. അതിനിടയിലുള്ള ആംഗിൾ അല്ലേ മക്കളെ π/4, 45 ക്ലിയർ? അപ്പോ പ്രിൻസിപ്പൽ വാല്യൂ ആണ് കേട്ടോ. റെഡി? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, അഗൈൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സ് 1/2 കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല. നമ്മൾ തൊട്ട് മുന്നേ സൈൻ ഇൻവേഴ്സ് 1/√2 ചെയ്തതാ. അപ്പോൾ അതുകൊണ്ട് അത് വലിയ വിഷയമില്ല. ശ്രദ്ധിക്കുക, ഈ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ കോസ് ഇൻവേഴ്സിനകത്ത്, സൈൻ ഇൻവേഴ്സിനകത്തൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയേ, അവിടെ പഠിക്കേണ്ട റിസൾട്ട്, കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിനെ എങ്ങനെ മാറ്റി എഴുതണം? π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതണം? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണെങ്കിൽ അയാൾ എങ്ങനെ മാറ്റി എഴുതണം മക്കളെ? π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതണം. നമ്മൾ കഴിഞ്ഞ വർഷം ട്രിഗണോമെട്രിയിൽ കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് എന്ന് എഴുതുമായിരുന്നു. അവിടെ മൈനസ് അങ്ങ് ഒഴിവാക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ അങ്ങനെ മൈനസ് ഒഴിവാക്കി കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് എന്നൊന്നും എഴുതി കളയരുത് കേട്ടോ. എന്താ റിസൾട്ട്? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇതേ റിലേഷൻ ഒബേ ചെയ്യുന്ന ആളാണ് ആര്? സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്തിന് ഈക്വലാ? π മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. π മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ഒരാളും ഈ റിസൾട്ട് ഒബേ ചെയ്യുന്നുണ്ട്. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു π മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 റിസൾട്ടുകൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? മറക്കാതെ മനസ്സിൽ ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കേട്ടോ. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് വെച്ചിട്ടുള്ള റിസൾട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. യെസ്, അപ്പൊ കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 ശ്രദ്ധിക്കുക. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 കണ്ടോ. കോസ് ഇൻവേഴ്സിനകത്ത് ഒരു നെഗറ്റീവ് നമ്പർ ഉള്ളത് അല്ലെ. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എങ്ങനെ മാറ്റി എഴുതണം മക്കളെ? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് മാറ്റി എഴുതണം കേട്ടോ. ഇവിടെ ആരാടാ എക്സ്? കണ്ടോ, മൈനസിന്റെ കൂടെ നിൽക്കുന്ന ആളെ എക്സ്. മൈനസിന്റെ കൂടെ നിൽക്കുന്ന ആരാ? 1/2 കേട്ടോ. അപ്പോ കോസ് ഇൻവേഴ്സ് 1/2 പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. എന്ത് ചെയ്യണം? ഈ കോസ് ഇൻവേഴ്സ് 1/2 വാല്യൂ നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സൈഡിൽ ചെയ്യണേ. കോസ് ഇൻവേഴ്സ് 1/2 വാല്യൂ നമുക്ക് അറിയില്ല. ഞാൻ എക്സ് നിർത്തും. റെഡി മക്കളെ? തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ 1/2 is equal to കോസ് ഇൻവേഴ്സ് 1/2 അല്ലേ. അപ്പൊ 1/2 എന്ത് വരുടാ? 1/2 is equal to cos x. 1/2 is equal to cos x. മക്കളെ, കോസ് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് 1/2 കിട്ടുക? കോസ് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/2 കിട്ടുക? കോസ് 60 അല്ലേ? കോസ് π/3 അല്ലേ? കോസ് 60 ആണ് എന്ത്? കോസ് 60 ഡിഗ്രി മെഷർ ആണ്, π/3 റേഡിയൻ മെഷർ ആണ്. രണ്ട് സെയിം. അപ്പൊ കോസ് π/3 വാല്യൂ ആണ് 1/2. മക്കളെ നോക്കടാ, രണ്ടും കോസ് വാല്യൂ രണ്ടും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് അവിടെയുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. π/3 ഷുഡ് ബി ഈക്വൽ ടു എക്സ്. കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് വാ. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 ഇതാ. കോസ് ഇൻവേഴ്സ് 1/2 വാല്യൂ എത്ര കിട്ടി നമുക്ക്? π/3 അല്ലേ? കൊടുക്കാലോ. π/3 കൊടുത്തേ. പൈ മൈനസ് π/3. ഇതെങ്ങനെ സോൾവ് ചെയ്യണ്ടേ? പൈ ഡിനോമിനേറ്റർ 1 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കടാ, പൈ ഇൻറ്റു 3 3π മൈനസ് 1 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3 3. എത്ര കിട്ടി? 2π/3 എന്ന് കിട്ടി. റെഡിയാണോ? 2π/3. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 വാല്യൂ 2π/3. എടാ 2π/3 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തുള്ള ആളാണോ? കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാ? 0 to π ക്ലോസ് ഇന്റർവൽ അല്ലേ? 0 മുതൽ 180 ഡിഗ്രി വരെ. റെഡി? എടാ 2π/3 എത്ര ഡിഗ്രിയാ? π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി അല്ലേ? അപ്പൊ 2π/3 വരുമ്പോൾ 2 into 60 എത്രയാ? ദിസ് ഈസ് 120 ഡിഗ്രി അല്ലേ? 120 ഡിഗ്രി ഈ ഇന്റർവെലിനകത്ത് തന്നെയാ വരുന്നത് അല്ലേ? ഈ ഇന്റർവെലിനകത്ത് അല്ലേ? 0ക്കും 180ക്കും ഇടയിലല്ലേ? സോ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ തന്നെയാണ്. റെഡി? അപ്പൊ കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 വാല്യൂ എത്രയാ? 2π/3. റെഡി? എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാലോ. 2 into സൈൻ ഇൻവേഴ്സ് 1/2 വാല്യൂ ചെക്ക് ചെയ്യാലോ. യെസ്, ശ്രദ്ധിക്കുക. 2 into സൈൻ ഇൻവേഴ്സ് 1/2. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ സൈൻ ഇൻവേഴ്സ് 1/√2 ചെയ്തതുപോലെ തന്നെയാണ് എന്ത് ഇവിടെ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, 2 സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 വാല്യൂ നമുക്കറിയില്ല. നമ്മളതിനെ എക്സ് നിർത്തും. റെഡി? നോക്കടാ, 1/2 എന്ത് വരും? 1/2 is equal to sin x അല്ലേ? ഏതോ ഒരു ആംഗിൾ അതിന്റെ സൈൻ വാല്യൂ 1/2 ആണ്. നമ്മൾ ആദ്യം പഠിച്ചതായിരിക്കും. സൈൻ 30 1/2. അതായത് സൈൻ π/6 വാല്യൂ ആണ് എത്ര? 1/2. റെഡി? സൈൻ π/6 is equal to sin x. രണ്ടും സൈൻ ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് ആംഗിൾസ് ഇക്വേറ്റ് ചെയ്യാം. π/6 ഈക്വൽ ടു എക്സ്. π/6 is equal to x. റെഡി? ആൻസറിലേക്ക് വാ. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 എന്നല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചേ, കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 വാല്യൂ ഓൾറെഡി കിട്ടിയതാണ്. 2π/3 പ്ലസ് 2 ഇൻറ്റു കണ്ടോ? 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സിന്റെ കോഎഫിഷ്യന്റ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. എത്ര മക്കളെ സൈൻ ഇൻവേഴ്സ് 1/2? അഗൈൻ π/6 അല്ലേ? π/6 അല്ലേ? കട്ട് ചെയ്യാലോ. 2ഉം 6ഉം കട്ട് ചെയ്താൽ മക്കളെ ഇവിടെ എത്ര വരും? 3 വരും അല്ലേ? അപ്പോ ശ്രദ്ധിക്കുക, എന്ത് കിട്ടി? 2π/3 പ്ലസ് π/3 എന്ന് വരും. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. കോമൺ ഡിനോമിനേറ്റർ എടുക്കുക. 2π പ്ലസ് π ചെയ്യുക. 2π പ്ലസ് π ചെയ്യുമ്പോൾ 3π/3 വരും. 3 കട്ട് ചെയ്യുക, π. റെഡി? Question. Yes, find the value of tan inverse 2 cos 2 sin inverse 1/2. അപ്പോൾ
ടാൻ ഇൻവേഴ്സ് ഉണ്ട്, 2 കോസ് ഉണ്ട്, 2 സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ? അപ്പൊ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിലുള്ള ആൾ ആദ്യം സം ചെയ്യുക കേട്ടോ. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് 1/2 തൊട്ട് മുന്നേ ചെയ്ത അതേ ആളാട്ടോ. സൈൻ ഇൻവേഴ്സ് 1/2 എക്സ് നിർത്തും. റെഡി? എങ്ങനെയാ ചെയ്യണ്ടേ? 1/2 ഇസ് ഈക്വൽ ടു സൈൻ എക്സ്, 1/2 ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. നമുക്കറിയാം സൈൻ ആണ് ഫംഗ്ഷൻ. സൈൻ ഏതോ ഒരു ആംഗിൾ കൊടുത്താൽ 1/2 കിട്ടും. ഏതോ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അതാരാ മക്കളെ? സൈൻ π/6 അല്ലേ? സൈൻ π/6 ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഓക്കെ, സൈൻ π/6 ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എഴുതാലോ, എക്സ് ഇസ് ഈക്വൽ ടു π/6 ട്ടോ. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 1/2 വാല്യൂ നമുക്ക് കിട്ടി. സൈൻ ഇൻവേഴ്സ് 1/2 വാല്യൂ എത്രയാ? π/6. സൈൻ ഇൻവേഴ്സ് 1/2 വാല്യൂ π/6 കൊടുക്കാലോ. നോക്കിയേ, ഞാൻ എൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ടാൻ ഇൻവേഴ്സ് 2 കോസ് ബ്രാക്കറ്റ് ഉണ്ട് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ് എത്രയാ? π/6 അല്ലേ? ബ്രാക്കറ്റ് ക്ലോസ്. റെഡി മക്കളെ? നോക്ക്, 2ഉം 6ഉം കട്ട് ചെയ്താൽ എന്ത് കിട്ടും? π/3 എന്ന് കിട്ടും അല്ലേ? ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് 2 കോസ് 2ഉം 6ഉം കട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? കോസ് π/3 എന്നായിരിക്കും നമുക്ക് വരിക അല്ലേ? 2 കോസ് π/3 എത്രയാടാ? കോസ് π/3 കോസ് 60യുടെ വാല്യൂ. കോസ് 60യുടെ വാല്യൂ എത്രയാണ് മക്കളെ? 1/2. ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു 1/2 എന്ന് വരും. 2 കട്ട് ചെയ്യുക, അവിടെ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് 1 എന്ന് നമുക്ക് കിട്ടും. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആൻസർ ആയി അല്ലേ? ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. ക്ലിയർ? അപ്പൊ എങ്ങനെ ടാൻ ഇൻവേഴ്സ് 1ന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്? ശ്രദ്ധിക്കുക. എഗെയിൻ ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ നമുക്കറിയില്ല. ഞാൻ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. റെഡി? ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ എനിക്കറിയില്ല, ഞാൻ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. മക്കളെ, ടാൻ ഇൻവേഴ്സ് 1 എക്സ് ആണ് എങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ, 1 ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? ടാൻ എക്സ് എന്ന് മാറ്റി എഴുതാം അല്ലേ? ശ്രദ്ധിക്കുക, ഇവിടെ ടാൻ ഫംഗ്ഷൻ അല്ലേ, അപ്പുറത്ത് 1 അല്ലേ? ഏതോ ഒരു ആംഗിളിന്റെ ടാൻ വാല്യൂ 1 ആണല്ലോ. ഏതാ ആംഗിള്? എല്ലാവർക്കും ഇഷ്ടമുള്ള ആംഗിൾ ടാൻ π/4 അല്ലേ? ടാൻ π/4ന്റെ വാല്യൂസ് പഠിക്കാൻ എളുപ്പം അല്ലേ? 1/√2 1/√2 1 കേട്ടോ. അപ്പൊ ടാൻ π/4ന്റെ വാല്യൂ ആണെന്ത്? 1. റെഡി? ഇപ്പൊ രണ്ടും ടാന്റെ ഫംഗ്ഷൻസ് ആണ്, രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അതിനർത്ഥം രണ്ടിന്റെയും ആംഗിൾസ് സെയിം ആട്ടോ. π/4 ഇസ് ഈക്വൽ ടു എക്സ്. ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടിയോ? ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 ആൻസർ നമുക്ക് കിട്ടി. എത്രയാ? π/4. റെഡി? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മക്കളെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ടാ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നേ 2 വർഷം മുന്നേയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക, കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റെഡി? അഗെയിൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 കോസ് ഇൻവേഴ്സ് -1/2 സൈൻ ഇൻവേഴ്സ് -1/2 കേട്ടോ. ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് 1 നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ ചെയ്ത് വെച്ച കേട്ടോ. ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ എത്രയാ? π/4. ഞാൻ അതിലേക്ക് വരുന്നില്ല. റെഡി? അഗെയിൻ ഒരു വട്ടം കൂടി പറയാണ്, കോസ് ഇൻവേഴ്സ് -1/2. എങ്ങനെ കോസ് ഇൻവേഴ്സ് -1/2 ചെയ്യാം? കോസ് ഇൻവേഴ്സ് -1/2, കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് ആംഗിൾ അല്ലേ? കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് ആംഗിൾ ആണ്. കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മക്കളെ കോസ് ഇൻവേഴ്സ് -x ആണ് എങ്കിൽ എങ്ങനെ മാറ്റി എഴുതണം? π - കോസ് ഇൻവേഴ്സ് x എന്ന് മാറ്റി എഴുതണം. ഈ റിസൾട്ട് എല്ലാവർക്കും ഓക്കെ അല്ലേ? അല്ലേ? അപ്പോ ഇവിടെ നെഗറ്റീവ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഇയാൾ എങ്ങനെ മാറ്റി എഴുതാം? π - കോസ് ഇൻവേഴ്സ് x എന്ന് മാറ്റി എഴുതാം. എക്സ് എന്ന് പറയുന്ന ആളാരാ മക്കൾ? ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ ഇവിടെ 1/2 അല്ലേ? കോസ് ഇൻവേഴ്സ് -1/2 എങ്ങനെ മാറ്റി എഴുതാം? π - കോസ് ഇൻവേഴ്സ് 1/2. എന്താ നോക്കിക്കോ, കോസ് ഇൻവേഴ്സ് -1/2, കോസ് ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പരിപാടി കഴിഞ്ഞു കേട്ടോ. എങ്ങനെ കോസ് ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ഇതാ കോസ് ഇൻവേഴ്സ് 1/2 ഞാൻ മായ്ക്കുന്നുണ്ട്. യെസ്, കോസ് ഇൻവേഴ്സ് 1/2നെ നമ്മൾ എക്സ് ആക്കി എടുത്തു. 1/2 ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ഏതോ ഒരു ആംഗിൾ, അതിന്റെ കോസ് വാല്യൂ 1/2 ആണ്. അത് ഏതാ ആംഗിൾ? കോസ് π/3 അല്ലേ? കോസ് π/3 ഇസ് ഈക്വൽ ടു കോസ് എക്സ്. മക്കളെ എക്സ് നമുക്ക് കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു π/3. ഓക്കെ, ആ കിട്ടി എക്സ് ഇവിടെ കൊടുക്കാലോ. π മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ ആണ് എക്സ്. ആ എക്സ് നമുക്ക് കിട്ടി എത്ര? π/3. π - π/3 ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3π - π 2π ഡിവൈഡഡ് ബൈ 3 2π/3 എന്ന് കിട്ടി. റെഡി? അപ്പൊ ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ ഓൾറെഡി π/4 എന്ന് കിട്ടി.
കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 വാല്യൂ ഓൾറെഡി 2π/3 എന്ന് കിട്ടി. ഇനി ആരെ കൂടി കണ്ടുപിടിക്കണം? സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 കൂടി കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കട്ടോ. യെസ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 π/4, ടാൻ ഇൻവേഴ്സ് 1 π/4, കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 2π/3, സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2. ശ്രദ്ധിക്കട്ടോ. സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 ശ്രദ്ധിക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 വാല്യൂ നമുക്കറിയില്ല. ഞാൻ അതിനെന്തെടുത്തു? എക്സ് എന്നെടുത്തു. റെഡി? ഇത്രയുള്ള പരിപാടി. മൈനസ് 1/2 എന്തിന് ഈക്വൽ ആയിരിക്കും മക്കളെ? സൈൻ എക്സിന് ഈക്വൽ ആയിരിക്കും. സൈൻ എക്സിന് ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾ ആ മൈനസിനെ ഒരു നിമിഷ നേരത്തേക്ക് മറക്കുക കേട്ടോ. അപ്പൊ അവിടെ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 1/2 ആണ് എന്ന് മനസ്സിൽ വിചാരിക്കുക. എടാ സൈൻ ഏത് ആംഗിൾ കൊടുത്താലാണ് നമുക്ക് 1/2 കിട്ടുക? സൈൻ ഏത് ആംഗിൾ കൊടുത്താലാണ് മക്കളെ നമുക്ക് 1/2 കിട്ടുക? യെസ്, സൈൻ 30 സൈൻ π/6 അല്ലേ? അപ്പോ ഈ മൈനസിന് അതുപോലെ തന്നെ വെച്ചു. മൈനസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മൈനസിന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആ മൈനസിനെ അതുപോലെ വെച്ചു. മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. 1/2 പകരം എനിക്ക് എന്ത് കൊടുക്കാം? സൈൻ π/6 എന്ന് കൊടുക്കാം. 1/2 പകരം എന്ത് കൊടുക്കാം? സൈൻ π/6 എന്ന് കൊടുക്കാം. റെഡി? അപ്പൊ മൈനസ് സൈൻ π/6 ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. എല്ലാ മക്കൾക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ശ്രദ്ധിക്കുക, നമ്മള് ട്രിഗണോമെട്രി പഠിച്ച റിസൾട്ട് ആണ് സൈൻ ഓഫ് മൈനസ് എക്സ്. ശ്രദ്ധിക്കുക. യെസ്, സൈൻ ഓഫ് മൈനസ് എക്സ് നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതാറ്? മൈനസ് സൈൻ എക്സ് എന്നാണ് മാറ്റി എഴുതാറ് അല്ലെ? സൈനിന്റെ അകത്ത് നെഗറ്റീവ് ആംഗിൾ ആണ് എങ്കിൽ ആ നെഗറ്റീവിനെ നേരെ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലെ? സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്. തിരിച്ചും പഠിക്കാട്ടോ. സൈനിന്റെ പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് എടുക്കാം. റെഡി? കണ്ടോ? സൈനിന്റെ പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് എന്ത് ചെയ്യാം? എനിക്ക് ഉള്ളിലേക്ക് എടുക്കാം. റെഡി? അതേ കൺസെപ്റ്റ് അല്ലേ ഇവിടെ അല്ലേ? സൈനിന്റെ പുറത്ത് എന്തുണ്ട്? മൈനസ് ഉണ്ട്. സൈനിന്റെ പുറത്ത് മൈനസ് വന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് ആ മൈനസ് ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നോക്കടാ, സൈൻ മൈനസ് π/6 ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. രണ്ടും സൈനിന്റെ ഫംഗ്ഷൻ ആണ്. രണ്ടും ഈക്വൽ ആണ്. അതിനർത്ഥം രണ്ടിന്റെയും ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ? ഇവിടുത്തെ ആംഗിൾ മൈനസ് π/6 ആണ്, ഇവിടുത്തെ ആംഗിൾ എക്സ് ആണ്. രണ്ടും ഈക്വൽ ആട്ടോ. റെഡി? യെസ്. അപ്പോ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് 1 വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ടാൻ ഇൻവേഴ്സ് 1 വാല്യൂ എത്രയായിരുന്നു മക്കളെ? ടാൻ ഇൻവേഴ്സ് 1 π/4. റെഡി? കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 നമ്മള് റിലേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി ഒക്കെ അപ്ലൈ ചെയ്ത് 2π/3 എന്ന് കണ്ടുപിടിച്ചു. 2π/3. ഓക്കെ. സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 അറിയാം. എത്രയാ? മൈനസ് π/6 അല്ലെ? ഇവിടെ പ്ലസ് ആണ്, ഇത് മൈനസ് π/6 ആണ്. പ്ലസും മൈനസും ചേർന്നാൽ മൈനസ് ആണ്. റെഡി? മൈനസ് π/6. ഇത് സോൾവ് ചെയ്യാൻ മക്കൾക്ക് അറിയോ? എടാ, എല്ലാത്തിനും ഡിനോമിനേറ്റർ ഡിഫറെന്റാ. ഒന്നിന്റെ 4 ആണ്, മറ്റേതിന്റെ 3 ആണ്, ലാസ്റ്റത്തിന്റെ 6 ആണ് അല്ലെ? എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമൺ ഡിനോമിനേറ്റർ എടുത്ത് സോൾവ് ചെയ്യാം അല്ലെ? എല്ലാത്തിനും ഡിനോമിനേറ്റർ ഒരേ സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യാം? കോമൺ ഡിനോമിനേറ്റർ, പൊതുവായ ഡിനോമിനേറ്റർ എടുത്ത് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ ഡിനോമിനേറ്റർ ഞാൻ പൊതുവായിട്ട് കൊണ്ടുവെക്കാണേ. യെസ്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് രണ്ടെണ്ണത്തിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു ആൻസർ കിട്ടും. ആ കിട്ടിയ ആൻസറിനെ മൈനസ് π/6 ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഇവിടെ നോക്കാം, നമുക്ക് അടിഭാഗത്തെ ഡിനോമിനേറ്റേഴ്സിൽ ആരൊക്കെ ഉണ്ട്? ഡിനോമിനേറ്ററിൽ ആരൊക്കെ ഉണ്ട്? 4 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. 4ന്റെയും 3ന്റെയും 6ന്റെയും LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെ? 3 വരുന്ന മൾട്ടിപ്പിൾസിൽ അല്ലെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആരാ? 12. റെഡി? അപ്പൊ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ നിങ്ങൾ എന്താക്കുക? 12 ആക്കുക. നോക്കടാ, ഈ 4 12 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4ന്റെ കൂടെ 3 ഇൻറ്റു ചെയ്യണ്ടേ? 4ന്റെ കൂടെ 3 ഇൻറ്റു ചെയ്യണ്ടേ അല്ലെ? 4ന്റെ കൂടെ 3 ഇൻറ്റു ചെയ്താലാണ് മക്കളെ 12 ആവുക അല്ലെ? അപ്പൊ വെറുതെ ഇവിടെ മാത്രം ഇൻറ്റു ചെയ്യരുത്. അടിഭാഗത്ത് ഇൻറ്റു ചെയ്താൽ മുകളിലും എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. റെഡി? യെസ്. 2π/3 അവിടെ ഡിനോമിനേറ്ററിൽ 3 ആ ഡിനോമിനേറ്ററിലെ 3നെ 12 ആക്കണമെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? 4 ഇൻറ്റു ചെയ്യണം. മുകളിലും 4 ഇൻറ്റു ചെയ്യണം. റെഡി? π/6 വാ. 6 അല്ലേ? 6 12 ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേ 2 കൊണ്ട് എന്ത് ചെയ്യുക? മുകളിലും ഇൻറ്റു ചെയ്യുക കേട്ടോ. അപ്പൊ എന്ത് കിട്ടി? π × 3 നമുക്ക് 3π/12 എന്ന് കിട്ടും. ഇവിടെ 2π × 4 ചെയ്യുമ്പോൾ 8π/12 എന്ന് കിട്ടും. മൈനസ് പ്ലസ് ആണ്, മൈനസ് 2π/12 കേട്ടോ. എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആ 12, കോമൺ ഡിനോമിനേറ്റർ. ഇനി ന്യൂമറേറ്ററുകളെ ആഡ് ചെയ്യാണെങ്കിൽ ആഡ് ചെയ്യുക, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക. ഇവിടെ നോക്കിയേ, ന്യൂമറേറ്റർ ആരാളെ? 3π പ്ലസ് 8π മൈനസ് 2π. റെഡി? എടാ, 3π പ്ലസ് 8π ചെയ്താൽ 11π. 11π നിന്ന് 2π കുറച്ചാൽ മക്കളെ എത്ര കിട്ടും? നമുക്ക്
11 പൈന്ന് 2π കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 9 പൈന്ന് കിട്ടും അല്ലേ? സോ ആൻസർ എന്ത് വരും? ആൻസർ ബിക്കംസ് 9π/12. 9π/12. വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം. 9ഉം 12ഉം അല്ലെ, 9ഉം 12ഉം 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 3 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 3π/4 എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. യെസ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് 2. കൊസീക് ഇൻവേഴ്സ് 2. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് 2. ശ്രദ്ധിക്കുക, കൊസീക് ഇൻവേഴ്സ് 2വിനെ ഞാൻ എന്ത് നിർത്തൂ? എക്സ് നിർത്തൂ. എനിക്ക് അതിന്റെ വാല്യൂ അറിയില്ല. റെഡി? ഇനി എന്താ ചെയ്യണ്ടേ? കൊസീക് ഇൻവേഴ്സ് 2 ആണെങ്കിൽ 2 ഈസ് ഈക്വൽ ടു മക്കളെ കൊസീക് ഇൻവേഴ്സ്, ആ പോയ കൊസീക് ഇൻവേഴ്സ് അങ്ങോട്ട് വരും, എക്സിന്റെ ഭാഗത്തേക്ക് വരില്ലേ? കൊസീക് ഇൻവേഴ്സ് 2 എക്സ് ആണ് എങ്കിൽ 2 ഈസ് ഈക്വൽ ടു കൊസീക് എക്സ്. 2 ഈസ് ഈക്വൽ ടു കൊസീക് എക്സ്. നമുക്ക് കൊസീക്കിന്റെ വാല്യൂ ഒക്കെ ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല അല്ലെ? പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, എന്താ? കൊസീക് എന്ന് പറയുന്നത് ആരുടെ റെസിപ്രോക്കലാ? സൈനിന്റെ റെസിപ്രോക്കലാ അല്ലെ? കൊസീക് എക്സ് 2 ആണെങ്കിൽ മക്കളെ സൈൻ എക്സ് എത്രയായിരിക്കും? 1/2 അല്ലേ? കൊസീക് എക്സ് 2 ആണെങ്കിൽ സൈൻ എക്സ് അതിന്റെ റെസിപ്രോക്കൽ തിരിച്ചിടണം അല്ലെ? 1/2 ആണ്. മക്കളെ ഏത് ആംഗിളിനാണ് ആ സൈൻ വാല്യൂ 1/2 വരുന്നത്? π/6 അല്ലേ? അപ്പോ ഈ 2 ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? കൊസീക് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ 2ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? കൊസീക് π/6 എന്ന് കൊടുക്കാം. കൊസീക് π/6 എന്ന് കൊടുക്കാം. രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണ്, രണ്ടും ഒരേ ഫംഗ്ഷനാണ്, കൊസീക്കിന്റെ ഫംഗ്ഷൻ ആണ്. ഇത് ഈക്വൽ ആണ് എങ്കിൽ ശ്രദ്ധിക്കുക, രണ്ടിന്റെയും ആംഗിൾ സെയിം ആട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു π/6. റെഡി? അപ്പൊ വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് 2 ചോദിച്ചാൽ ആൻസർ പറയാ π/6. ക്ലിയർ? എളുപ്പമാണേ? യെസ്. ശ്രദ്ധിക്കുക, ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ്, ഇവിടെ സൈൻ ആട്ടോ, സൈൻ ഇൻവേഴ്സ് അല്ല, സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് വന്നാൽ ആൻസർ എന്താ? എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് വന്നാൽ ആൻസർ എന്താ? എക്സ് ആണ്. ആഹാ, എളുപ്പമാണല്ലോ. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ചോദിച്ചാലോ? സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ചോദിച്ചാൽ മക്കളെ സാറേ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 അല്ലേ? തെറ്റിട്ടാ? തെറ്റാണ്. 2π/3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആണ് എന്നുള്ള കാര്യത്തിൽ വേറെ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഈ എക്സ് എന്ന് പറയുന്ന ആള് ഇറ്റ് ഷുഡ് ബി എ മെമ്പർ ഓഫ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. എക്സ് എന്ന് പറയുന്ന ആള് സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ മെമ്പർ ആയിരിക്കണം, എലമെന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സ് എന്ന ആൻസർ എഴുതാൻ പറ്റുള്ളൂ. എടാ ഇവിടെ 2π/3 അല്ലേ? π/3 എന്ന് പറഞ്ഞാൽ 60, 2π/3 എത്രയാ? 120. നമ്മള് തൊട്ട് മുന്നേക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 120 വന്ന സമയത്ത് കേട്ടോ. അപ്പൊ 120 എന്ന് പറയുന്ന ആള് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലല്ല. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 90 വരെയുള്ളൂ അല്ലേ? അപ്പോ 2π/3 ലൈസ് ഔട്ട്സൈഡ് അവർ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഡയറക്റ്റ് 2π/3 എന്ന് എഴുതാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3നെ 2π/3 എന്ന് എഴുതാൻ പറ്റാത്തതിന്റെ റീസൺ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് പണിയെടുക്കണം കേട്ടോ. ഇവിടെ നോക്കൂ, സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ശ്രദ്ധിക്കണേ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ, ശ്രദ്ധിക്കുക 2π/3 എന്ന് പറഞ്ഞാൽ മക്കളെ അത് 120 ഡിഗ്രി അല്ലേ? 2π/3 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി അല്ലേ? അതെങ്ങനെ കിട്ടി മനസ്സിലായില്ലേ? π/3 60 ആ. ഇപ്പൊ 2π/3 ആകുമ്പോൾ 2 × 60 120 കേട്ടോ. ഈ 120നെ നമുക്ക് 180യുടെ മൾട്ടിപ്പിൾസിൽ മാറ്റാൻ പറ്റുമോ? 120നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 180 - 60 ഡിഗ്രി എന്ന് വേണമെങ്കിൽ കൊടുത്തൂടെ? 180 60 പോയാൽ 120 അല്ലേ? യെസ്. ഇവിടെ ശ്രദ്ധിച്ചോ, സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് 2π/3 എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ കൊടുക്കാം? 180 - 60 എന്ന് കൊടുക്കാം അല്ലേ? 180 എന്ന് പറഞ്ഞാൽ π ആണ്, -60 എന്ന് പറഞ്ഞാൽ എത്രയാ? π/3 ആണ്. റെഡി? ഇപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? π - π/3 എന്ന് കൊടുത്തു ട്ടാ. യെസ്, ശ്രദ്ധിക്കാം. യെസ്, ശ്രദ്ധിക്കാം. അപ്പോ സൈൻ ഇൻവേഴ്സ് സൈൻ π - π/3 എന്താണ് മക്കളെ? സൈൻ π ± തീറ്റ. π + തീറ്റ π - തീറ്റ, അല്ലെങ്കിൽ 2π + തീറ്റ 2π - തീറ്റ, nπ + തീറ്റ nπ - തീറ്റ. പൈന്റെ മൾട്ടിപ്പിൾസിന്റെ പ്ലസോ മൈനസോ തീറ്റയാണ് എങ്കിൽ ഏതാണോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെയാണ് എവിടെ ഉണ്ടാവുക?
ആൻസറിലും ഉണ്ടാവുക. നമ്മൾ ട്രിഗണോമെട്രിയിൽ ഒരുപാട് ഡിസ്കസ് ചെയ്ത അല്ലേ. അപ്പോ സൈൻ ശ്രദ്ധിക്കുക, സൈൻ പൈ പ്ലസ് തീറ്റ ആണെങ്കിൽ മക്കളെ ആൻസർ എങ്ങനെ എഴുതണം? സൈൻ പൈ പ്ലസ് തീറ്റ ആണെങ്കിൽ ആൻസർ എങ്ങനെ എഴുതണം? സൈൻ പൈ പ്ലസ് തീറ്റ ആണെങ്കിൽ ആൻസർ എന്താ? സൈൻ തീറ്റ തന്നെയാണ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഈ ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണോ എന്നതിനനുസരിച്ച് നിൽക്കും. പൈ പ്ലസ് തീറ്റ എന്ന് പറയുമ്പോഴേ, പൈ എന്ന് പറയുമ്പോൾ എവിടെയാ വരിക? നമ്മുടെ നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ സൈഡാണ് അല്ലെ. അവിടെ നിന്നും ഇനിയും ആംഗിൾ കൂട്ടിയാൽ പൈ പ്ലസ് തീറ്റ കൂട്ടിക്കഴിഞ്ഞാൽ അത് തേർഡ് ക്വാഡ്രന്റിലാണ് വരിക അല്ലെ. തേർഡ് ക്വാഡ്രന്റിലെ സൈൻ നെഗറ്റീവ് ആണ്. സൈൻ പൈ പ്ലസ് തീറ്റനെ നമ്മൾ എങ്ങനെ മാറ്റിയതും മൈനസ് സൈൻ തീറ്റ എന്ന് മാറ്റിയത് അല്ലെ. എങ്കിൽ സൈൻ പൈ മൈനസ് തീറ്റയെ നമ്മൾ എങ്ങനെയാ മാറ്റിയതാ? പൈ മൈനസ് തീറ്റ, ഞാൻ പറഞ്ഞു പൈ പ്ലസ് തീറ്റ പൈ മൈനസ് തീറ്റ ഒക്കെയാണ് വരുന്നെങ്കിൽ ഇവിടെ ഏതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ? അത് തന്നെ ഇവിടെ സൈൻ തീറ്റ. റെഡി? ഇനി ചെക്ക് ചെയ്യുക. പൈ മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാ? പൈ മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിലാ അല്ലെ. പൈ എന്ന് പറഞ്ഞാൽ എവിടെ വരും? പൈ എന്ന് പറഞ്ഞാൽ ഇതാണ് പൈ അല്ലെ. പൈയിൽ നിന്ന് ഇനി ആംഗിൾ കുറയ്ക്കാനാ. കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ടേക്ക് വരിക കേട്ടോ. ഇങ്ങനെയല്ല മുന്നോട്ട് വരിക. യെസ്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? കുറയ്ക്കാനാ പറഞ്ഞത്. കുറയ്ക്കാനാണെങ്കിൽ പുറകോട്ട് പോവാ കേട്ടോ. യെസ്, സെക്കൻഡ് ക്വാഡ്രന്റ്. റെഡി? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് അല്ലേ മക്കളെ. സോ സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? സൈൻ തീറ്റ തന്നെയാണ് കേട്ടോ. ഓക്കെ, അതേ വെളിച്ചത്തിൽ ഇവിടെ പറഞ്ഞേ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ മൈനസ് പൈ ബൈ 3 എങ്ങനെ മാറ്റി എഴുതാം? സൈൻ ഇൻവേഴ്സ് സൈൻ പൈ മൈനസ് പൈ ബൈ 3 സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ ആണെങ്കിൽ ഇയാൾ എത്ര വരും? സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 3. റെഡി? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് എഴുതാം when x belongs to the principal value branch. നോക്കടാ, സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി എന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലുള്ള ആളല്ലേ. സോ ഇതിന്റെ ആൻസർ എഴുതാം. ആൻസർ ഇസ് ഈക്വൽ ടു പൈ ബൈ 3. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. 1-2 കൺസെപ്റ്റുകൾ നമ്മളിവിടെ പറഞ്ഞു, ശ്രദ്ധിക്കുക. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് when x belong to സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കേട്ടോ. ഓക്കെ, യെസ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് ഡിഫൈൻഡ് ഓൺ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ടാ. എന്താ? എക്സ് എവിടെയായിരിക്കണം? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇടയിലായിരിക്കണം. മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇടയിലായിരിക്കണം കേട്ടോ. യെസ്, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് ഡിഫൈൻഡ് ഓൺ എക്സ് എലമെന്റ് ഓഫ് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. ഇവിടെ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2 പൈ ബൈ 3. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മളിപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. 2 പൈ ബൈ 3 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലുള്ള ആളല്ല, അപ്പൊ അതിനെ മാറ്റണം. 2 പൈ ബൈ 3 120 ഡിഗ്രിയാണ്. എങ്ങനെ 180 ടേംസിലേക്ക് മാറ്റുക? 180 മൈനസ് 60 എന്ന് മാറ്റുക കേട്ടോ. പൈ മൈനസ് പൈ ബൈ 3. റെഡി? സെയിം ക്വസ്റ്റ്യൻ ആണ്. യെസ്. അഗൈൻ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് മൈനസ് 1/√3. കോട്ട് ഇൻവേഴ്സ് മൈനസ് 1/√3. കോട്ട് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റി എഴുതണം? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് മാറ്റി എഴുതണം. എക്സ് ആരവിടെ? 1/√3 അല്ലേ. കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ഇത് മൂന്നും പ്രശ്നക്കാരാ. അവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇൻവേഴ്സിനകത്ത് മൈനസ് ഒരു ആംഗിൾ അല്ലെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റി എഴുതണം? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ദാറ്റ് നമ്പർ. റെഡി? യെസ്. അപ്പൊ കോട്ട് ഇൻവേഴ്സ് മൈനസ് 1/√3ന്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ കൊടുക്കുക കേട്ടോ. യെസ്, ശ്രദ്ധിക്കുക. അപ്പൊ കോട്ട് ഇൻവേഴ്സ് 1/√3, കോട്ട് ഇൻവേഴ്സ് 1/√3ന്റെ വാല്യൂ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എക്സ് എന്ന് എടുത്തു. 1/√3 ഇസ് ഈക്വൽ ടു എന്ത് വരും? കോട്ടെക്സ് വരും. ഓക്കെ, 1/√3 ഇസ് ഈക്വൽ ടു എന്ത് വരും? കോട്ടെക്സ്. ഓക്കെ, യെസ്. അപ്പോ കോട്ടാണ് ഫംഗ്ഷൻ. കോട്ട് ഓഫ് ഏതോ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 1/√3 കിട്ടുന്നുണ്ട് അല്ലേ. ഏതോ ഓർമ്മയുണ്ടോ? tan 33 tan 30 വിൽ കം ആസ് 1/√3 അല്ലേ. അപ്പൊ കോട്ട് 30 എത്ര വരിക? √3 വരാം. നമുക്ക് 1/√3 അല്ലേ. അപ്പൊ അതല്ല അല്ലെ. tan 60 എത്രയായിരുന്നു മക്കളെ? √3. കോട്ട് 60 എത്രയായിരുന്നു? 1/√3. ഇതല്ലേ നമുക്ക് വേണ്ടേ? കോട്ട് 60 അല്ലേ. അപ്പൊ 1/√3 എങ്ങനെ മാറ്റി എഴുതാം? കോട്ട് പൈ ബൈ 3 is equal to cot x അല്ലേ. സോ എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 3. കഴിഞ്ഞോ? ആൻസർ കഴിഞ്ഞോ? ഇല്ല, ആൻസർ കഴിഞ്ഞിട്ടില്ല. കോട്ട് ഇൻവേഴ്സ് 1/√3ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ കേട്ടോ. സോ ഫൈനൽ ആൻസർ എന്ത് വരും മക്കളെ? നോക്കിക്കോ. ഫൈനൽ ആൻസർ ശ്രദ്ധിക്കുക. കോട്ട് ഇൻവേഴ്സ് മൈനസ് 1/√3 ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√3യുടെ വാല്യൂ എത്രയാ? പൈ ബൈ 3. പൈ മൈനസ് പൈ ബൈ 3 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 2 പൈ ബൈ 3 എന്ന് കിട്ടും. ദിസ് ഇസ് ദി ആൻസർ. റെഡി?
ടാൻ ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 സെയിം ഐഡിയ കേട്ടോ, നമ്മൾ ചെയ്തതാണ് കേട്ടോ. യെസ്. എക്സ്പ്രസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1+x² മൈനസ് 1/x. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ലോജിക്ക് ഇത്രയുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആരാ ഇവിടെ അല്ലേ? ടാൻ ഇൻവേഴ്സ് അല്ലേ? അറിയാവുന്ന ഡാറ്റ എന്താ? ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വന്ന് ടാൻ തീറ്റയാണെങ്കിൽ, ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റയാണെങ്കിൽ ആൻസറിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? തീറ്റ എന്ന് കൊടുക്കാം. റെഡി? ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ഈ മൊത്തം സാധനം ഉണ്ടല്ലോ, ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ഈ മൊത്തം സാധനം ഉണ്ടല്ലോ, ആരാ? റൂട്ട് ഓഫ് 1+x² മൈനസ് 1/x അല്ലേ? ഇയാളെ ശ്രദ്ധിക്കുക, നമുക്ക് ടാൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പരിപാടി എളുപ്പമായി അല്ലേ? ശ്രദ്ധിക്കുക. അപ്പോ 1+x² കാണുന്നുണ്ടോ എല്ലാവരും? ഈ ടൈപ്പില് ഈ സ്ട്രക്ചറിലുള്ള ഇക്വേഷൻസ് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? 1+tan² നമുക്കറിയാം sec² ഇത് പഠിച്ചതല്ലേ? 1+tan² എന്തിനീക്വല? sec² കണ്ടോ? 1+1+ എക്സിന്റെ സ്ക്വയർ അല്ലേ? ഇവിടെ ആരോ ഉള്ള എക്സിന് പകരം tan². റെഡി? അപ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടേ? എക്സിന് ടാൻ തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ എക്സിന് ടാൻ തീറ്റ കൊടുത്തിട്ടാ, എക്സിന് ടാൻ തീറ്റ കൊടുത്തേ. ശ്രദ്ധിക്കാം, എക്സിന് ഞാൻ ടാൻ തീറ്റ കൊടുത്തു. മക്കളെ, എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ ശ്രദ്ധിക്കുക, തീറ്റ എന്ത് വരും എടാ? എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ തീറ്റ എന്ത് വരും? സി ഇങ്ങോട്ടേക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഇത് ഓക്കെ അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. റെഡി? കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1+x² മൈനസ് 1/x ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. റെഡി? ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടാൻ ഇൻവേഴ്സ് 1+ റൂട്ട് ഉണ്ട് സോറി 1+x² അല്ലേ? എക്സ് ആരാ? ടാൻ തീറ്റ. ഇപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? tan² തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. റെഡി? യെസ്. ടാൻ ഇൻവേഴ്സ് 1+tan² തീറ്റ sec² തീറ്റ അല്ലേ? sec² തീറ്റ റൂട്ടിനകത്താണ്, റൂട്ട് ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? sec തീറ്റ എന്ന് കിട്ടും. sec തീറ്റ മൈനസ് 1/tan തീറ്റ. ഇത്രയും ഓക്കെയാണോ? sec തീറ്റ മൈനസ് 1/tan തീറ്റ. ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് കുറച്ച് ചെയ്യാനുണ്ട്. ടാൻ ഇൻവേഴ്സ് ശ്രദ്ധിക്കുക, sec തീറ്റ മക്കളെ അറിയാം എന്താ? 1/cos തീറ്റ മൈനസ് 1/cos തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയാണ് നമ്മൾ എങ്ങനെ മാറ്റി ചെയ്താ? sin തീറ്റ ബൈ cos തീറ്റ, sin തീറ്റ ബൈ cos തീറ്റ. റെഡി? യെസ്. ശ്രദ്ധിക്കുക, അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തില്ലേ? ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് നോക്കിയേ, 1 എന്ന് പറഞ്ഞാൽ 1/1 1 × 1 മൈനസ് 1 × cos തീറ്റ ഡിവൈഡഡ് ബൈ അഗൈൻ cos തീറ്റ × 1 എത്ര കിട്ടും? cos തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ആരുള്ളേ? sin തീറ്റ ബൈ cos തീറ്റ. റെഡി അല്ലേ? 1 - cos തീറ്റ ബൈ cos തീറ്റ, താഴെ ഡിനോമിനേറ്ററിൽ sin തീറ്റ ബൈ cos തീറ്റ. നമുക്ക് കട്ട് ചെയ്ത് കളയാലോ അല്ലേ? cos തീറ്റ കട്ട് ചെയ്ത് കളയാലോ. ഇപ്പൊ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ sin തീറ്റ. ഇത്രയും സംഗതി ക്ലിയർ ആണോ? ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റ ബൈ sin തീറ്റ. റെഡി? ഓക്കെ, യെസ്. ഞാൻ ഒന്ന് സ്ക്രീൻ പോസ് ചെയ്യുക, എല്ലാം നോട്ട് ചെയ്യുക. ഞാനൊന്ന് ഇത് വൈപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ബാക്കി ചെയ്യണമെങ്കിൽ ഇതെല്ലാം വായിക്കണം. റെഡി? അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ sin തീറ്റ എന്നാണ് നമുക്ക് കിട്ടിയത്. യെസ്. ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ sin തീറ്റ. ഇത്രയും നമ്മൾ എത്തിയത്. റെഡി? അപ്പൊ ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ആള് മൊത്തത്തിൽ ടാനിലേക്ക് മാറണം. അതിനാണ് ഈ പരിപാടി മൊത്തം എടുത്തത് അല്ലേ? ശ്രദ്ധിക്കുക മക്കളെ, ന്യൂമറേറ്ററിൽ 1 - cos തീറ്റ, ഡിനോമിനേറ്ററിൽ sin തീറ്റ. നമുക്ക് ടാൻ കിട്ടണമെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് വരണം? സൈൻ വരണം. ഡിനോമിനേറ്ററിൽ എന്ത് വരണം? കോസ് വരണം അല്ലേ? ശ്രദ്ധിക്കട്ടോ, 1 - cos 2 തീറ്റയുടെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. 1 - cos 2 തീറ്റയുടെ റിസൾട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. 2 sin² തീറ്റ അല്ലേ? 1 - cos 2 തീറ്റയുടെ റിസൾട്ട് എന്താ? 2 sin² തീറ്റ. നമുക്ക് വേണ്ടത് എന്താ? 1 - cos തീറ്റ മതി അല്ലേ? 2 തീറ്റ വേണ്ട, എന്ത് മതി? പകുതി മതി തീറ്റ.
അപ്പോൾ ഹാഫ് ആംഗിൾ മൾട്ടിപ്പിൾ ആംഗിൾ തിയറം, ഇക്വേഷന്റെ ഒരു ഭാഗത്ത് നമ്മൾ ആംഗിൾ പകുതിയാക്കുകയാണെങ്കിൽ മറ്റേ ഭാഗത്തും വേറൊന്നും ചെയ്യേണ്ട, ആംഗിളിനെ മാത്രം പകുതിയാക്കുക അല്ലേ. 2ന് യാതൊരു പ്രശ്നമില്ല, സൈൻ സ്ക്വയറിന് യാതൊരു പ്രശ്നമില്ല, തീറ്റയെ പകുതിയാക്കുക മക്കളെ, θ/2. റെഡിയാണോ? 1 മൈനസ് കോസ് തീറ്റയ്ക്ക് വരെ കൊടുക്കണം, 2 സൈൻ സ്ക്വയർ θ/2. റെഡി? യെസ്. സൈൻ 2 തീറ്റയുടെ റിസൾട്ട് അറിയാലോ, 2 സൈൻ തീറ്റ കോസ് തീറ്റ, 2 സൈൻ തീറ്റ കോസ് തീറ്റ, 2 സൈൻ തീറ്റ കോസ് തീറ്റ. റെഡി? സൈൻ തീറ്റ എപ്പടി ഇരിക്കും? സൈൻ തീറ്റ സൈൻ 2 തീറ്റയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. 2 തീറ്റ അല്ലേ, ആംഗിൾ നേർ പകുതി, സൈൻ തീറ്റ ആക്കുമ്പോൾ മക്കളെ 2ന് മാറ്റമില്ല, സൈനിന് മാറ്റമില്ല, ആംഗിൾ പകുതി, θ/2 കോസ് θ/2. റെഡി? ഈ രണ്ട് റിസൾട്ടും നമുക്ക് ആ ഇക്വേഷനിൽ കൊടുത്താൽ ആൻസർ ആയി കേട്ടോ. എന്ത് ചെയ്യണം? ടാൻ ഇൻവേഴ്സ് ശ്രദ്ധിക്കുക, ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റ ആരാ? 2 സൈൻ സ്ക്വയർ θ/2 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആരാ? 2 സൈൻ θ/2 കോസ് θ/2 അല്ലേ. 2ഉം 2ഉം കട്ട് ചെയ്യാം. ഇനി ആരെ കട്ട് ചെയ്യാൻ പറ്റുക? മുകളിൽ സൈൻ സ്ക്വയർ θ/2 എന്ന് പറഞ്ഞാൽ 2 സൈൻ θ/2 ആ, സൈൻ θ/2 ഇൻറ്റു സൈൻ θ/2. ഡിനോമിനേറ്ററിൽ ഒരു സൈൻ θ/2 ഉണ്ടല്ലോ മക്കളെ, സ്ക്വയറിൽ ഒരാളെ കട്ട് ചെയ്യുക, താഴെ സൈൻ θ/2 കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് കിട്ടുവാടാ? ടാൻ ഇൻവേഴ്സ് 2 കട്ട് ചെയ്ത് പോയി, ന്യൂമറേറ്ററിൽ ഇപ്പോൾ ആരേ ഉള്ളൂ? സൈൻ θ/2, ഡിനോമിനേറ്ററിൽ ആരേ ഉള്ളൂ? കോസ് θ/2 അല്ലേ. സൈൻ ബൈ കോസ് എത്രയാ? ടാൻ കേട്ടോ. എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് ടാൻ, ഇവിടെ ആംഗിള് θ/2. റെഡി? ടാൻ ഇൻവേഴ്സ് ടാൻ ഓഫ് ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ആ ആംഗിൾ തന്നെയാണ് ആൻസർ അല്ലേ. അപ്പൊ ടാൻ ഇൻവേഴ്സ് ടാൻ ഓഫ് θ/2 ആണെങ്കിൽ മക്കളെ ആൻസർ എന്താ? θ/2. കഴിഞ്ഞിട്ടില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു തുടങ്ങിയത് ആർക്കായിരുന്നു? എക്സിന് ഞാൻ ടാൻ തീറ്റ കൊടുത്തിട്ടായിരുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ തീറ്റ കണ്ടുപിടിച്ചിരുന്നു. തീറ്റ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കുക, ടാൻ ഇൻവേഴ്സ് x/2. ദിസ് ഈസ് ദി ആൻസർ. റെഡി? അപ്പോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എളുപ്പം ഒരു ഈസി ക്വസ്റ്റ്യൻ അല്ല, കാരണം പ്രിൻസിപ്പൽ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് വന്ന ആളുകൾക്ക് ഇത് ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാർക്ക് ചെയ്യുക, ചെയ്ത് പഠിക്കാം. റെഡി? യെസ്. അതേ ഐഡിയ ഇവിടെ നോക്കിക്കേ. കോട്ട് ഇൻവേഴ്സ് 3x² - 1 ഡിവൈഡഡ് ബൈ x³ - 3x. ഇത് പ്രൂവ് ചെയ്യണം. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം? 3 കോട്ട് ഇൻവേഴ്സ് x ആണെന്ന് പ്രൂവ് ചെയ്യണം കേട്ടാ. നോക്കടാ, കോട്ട് ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ഈ മൊത്തം ആളെ എന്തിന്റെ ടേംസിലേക്ക് ആക്കണം? കോട്ടിലേക്ക് മാറ്റണം. റീസൺ അറിയാലോ. കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ ചെയ്താൽ ആൻസർ എന്താ? തീറ്റ അല്ലേ. അപ്പൊ കോട്ട് ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന മൊത്തം ബ്രാക്കറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കോട്ടിന്റെ ടേംസിലേക്ക് മാറ്റണം. നോക്കടാ, ഈ രണ്ട് സ്ട്രക്ചറും കമ്പയർ ചെയ്തേ. രണ്ട് സ്ട്രക്ചറും ഒരേപോലെ അല്ലേ? 3 രണ്ടിലും 3 ഉണ്ട്. x² അവിടെ ആരാളെ? കോട്ട് സ്ക്വയർ അല്ലേ. അത് കഴിഞ്ഞിട്ട് നോക്കടാ, രണ്ടിലും മൈനസ് ഉണ്ട്, രണ്ടിലും 1 ഉണ്ട്, രണ്ടിലും ഡിവൈഡഡ് ബൈ ഉണ്ട്, രണ്ടിലും താഴെ നോക്കൂ, ഒരാളുടെ x³ ആണെങ്കിൽ മറ്റേടത്ത് എന്താ? കോട്ടിന്റെ ക്യൂബാ അല്ലേ. നോക്ക്, അത് കഴിഞ്ഞിട്ട് മൈനസ് ഉണ്ട്, രണ്ടിടത്തും മൈനസ് ഉണ്ട്, 3 ഉണ്ട്, രണ്ടിടത്തും 3 ഉണ്ട്. എക്സിന് പകരം അവിടെ ആരാ ഉള്ളേ? കോട്ട് തീറ്റ. അപ്പോ എക്സിന് കോട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ കൊടുക്കുകയാണെ, എക്സിന് ഞാൻ എന്ത് കൊടുത്തു? കോട്ട് തീറ്റ കേട്ടോ. ശ്രദ്ധിക്കുക, എക്സിന് ഞാൻ പുട്ടിങ് എക്സ് ആസ് കോട്ട് തീറ്റ. എക്സ് കോട്ട് തീറ്റ ആണെങ്കിൽ മക്കളെ തീറ്റ എന്ത് വരും? തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. എക്സ് കോട്ട് തീറ്റ ആണെങ്കിൽ തീറ്റ എന്ത് വരും? കോട്ട് ഇൻവേഴ്സ് എക്സ്. തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇവിടെ നോക്കിയേ, കോട്ട് ഇൻവേഴ്സ് ബ്രാക്കറ്റില് 3 ഇൻറ്റു x² അല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. 3x² - 1 ഡിവൈഡഡ് ബൈ x³ - 3x അല്ലേ. എങ്ങനെ മാറ്റിയതും? കോട്ട് ഇൻവേഴ്സ് 3 ഇൻറ്റു എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? കോട്ട് തീറ്റ അല്ലേ. x² തരും കോട്ട് സ്ക്വയർ തീറ്റ -1 ഡിവൈഡഡ് ബൈ x³ കോട്ട് ക്യൂബ് തീറ്റ -3 ഇൻറ്റു കോട്ട് തീറ്റ. റെഡി? നോക്കടാ, 3 കോട്ട് സ്ക്വയർ തീറ്റ -1 ഡിവൈഡ് ബൈ കോട്ട് ക്യൂബ് തീറ്റ -3 കോട്ട് തീറ്റ. ഇത് എന്തിന് ഈക്വലാ? കോട്ട് 3 തീറ്റ അല്ലേ. എഴുതിക്കോ, കോട്ട് ഇൻവേഴ്സ് ഈ മൊത്തം ആള് എന്തിന് ഈക്വൽ ആണ്? കോട്ട് 3 തീറ്റയ്ക്ക് ഈക്വൽ ആണ്. കോട്ട് ഇൻവേഴ്സ് കോട്ട് ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ മക്കളെ ആൻസർ എന്താ? ദാറ്റ് ആംഗിൾ ഇറ്റ്സെൽഫ് 3 തീറ്റ അല്ലേ. ശ്രദ്ധിക്കുക, 3 ഇൻറ്റു എന്താ? തീറ്റ ഓൾറെഡി ഈക്വൽ കേട്ടോ. എന്താ തീറ്റ? തീറ്റ ഈസ് കോട്ട് ഇൻവേഴ്സ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ. സോ 3 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് എക്സ്. 3 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് എക്സ്. റെഡി?
അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? 3 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഇത്രയുള്ള ഐഡിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 പ്രൂവ് ദാറ്റ് 3 സൈൻ ഇൻവേഴ്സ് എക്സ് കാണുന്നുണ്ടോ? പ്രൂവ് ദാറ്റ് 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. 3 സൈൻ ഇൻവേഴ്സ് എക്സ് എന്താന്ന് പ്രൂവ് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. റെഡി മക്കളെ? കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ഈ ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ അല്ല, ആ ബ്രാക്കറ്റിനകത്തുള്ള ആള് സൈനിന്റെ ടേംസിലേക്ക് മാറണം. റെഡി? എടാ സൈനിന്റെ ടേംസിലേക്ക് മാറണമെന്നുണ്ടെങ്കിലേ സൈനിന്റെ ഇക്വേഷൻസ് പഠിച്ചതിൽ ആ ഒരു സ്ട്രക്ചറിൽ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 3 തീറ്റ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ അല്ലേ? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചതാ. റെഡി? സൈൻ 3 തീറ്റ റിസൾട്ട് ആണെന്ത്? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ്. അതേ സ്ട്രക്ചർ അല്ലേ? 3 ഇൻറ്റു എക്സ്, എക്സിന് പകരം സൈൻ തീറ്റ അല്ലേ? രണ്ടിടത്തും മൈനസ്, രണ്ടിടത്തും 4, എക്സ് ക്യൂബ്, എക്സ് ക്യൂബ് വരുമ്പോൾ സൈൻ ക്യൂബ് തീറ്റ. റൈറ്റ്? അപ്പൊ എനിക്ക് കൊടുക്കാലോ. ഞാൻ കൊടുത്തു എക്സിന്, ഞാൻ എന്ത് കൊടുത്തു? സൈൻ തീറ്റ എന്ന് കൊടുത്തു. മക്കളെ എക്സിന് സൈൻ തീറ്റ കൊടുക്കുന്നതോടുകൂടി ഇതേ സ്റ്റെപ്പിൽ നിങ്ങൾ സൈഡിൽ എഴുതണം. തീറ്റ എന്ത് വരടാ? സൈൻ തീറ്റ എക്സ് ആണെങ്കിൽ തീറ്റ എത്രയാ? സൈൻ ഇൻവേഴ്സ് എക്സ്. റെഡി? അപ്പൊ ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സ് 3 ഇൻറ്റു എക്സിന് പകരം സൈൻ തീറ്റ 3 സൈൻ തീറ്റ മൈനസ് 4 ഇൻറ്റു എക്സ് ക്യൂബ്, എക്സ് സൈൻ തീറ്റ അല്ലേ? ക്യൂബ് ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ ക്യൂബ് തീറ്റ. അപ്പോ സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ത് കിട്ടും? സൈൻ 3 തീറ്റ. റെഡി? എന്താ സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ? സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ വിൽ കം ആസ് 3 തീറ്റ 3 തീറ്റ 3 ഇൻറ്റു തീറ്റ. തീറ്റ ആരാ? സൈൻ ഇൻവേഴ്സ് എക്സ്. കഴിഞ്ഞു. റെഡി? പ്രൂവ് ദാറ്റ്. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്ന ഓക്കെ അല്ലേ? റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, സിംപ്ലിഫൈ. സെയിം ലോജിക് കേട്ടോ. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഏറ്റവും ചെറിയ ഭാഗത്ത്, ചെറിയ ടേമിലേക്ക് മാറ്റണം. റെഡി? കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് ഉണ്ടല്ലോ, ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന മക്കളെ ഈ സാധനം ഇത് എന്തിലേക്ക് മാറണം? ടാനിന്റെ ടേംസിലേക്ക് മാറണം. റെഡി? കാരണം എന്താ? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ആൻസർ എന്ത് കിട്ടും? നമുക്ക് തീറ്റ എന്ന് കിട്ടും. റെഡി? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ആൻസർ എന്താ? തീറ്റ. അപ്പോ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ്. ശ്രദ്ധിക്കുക, 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്താ റിസൾട്ട്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. റെഡി? ഇതുപോലെ 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് പഠിക്കണം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഈ രണ്ട് റിസൾട്ടുകൾ ബൈ ഹാർട്ട് പഠിക്കാം മക്കളെ. ഒരു നഷ്ടബോധവും ഇല്ല കേട്ടോ. കാരണം ഇന്റഗ്രേഷനിൽ ഈക്വേഷൻ വരാറുണ്ട്, ഡിഫറൻസിയേഷനിൽ വരാറുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചതുകൊണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രി വന്നു അല്ലേ? ഇത് പഠിച്ചുകൊണ്ട് ഒരു നഷ്ടമില്ല കേട്ടോ. പഠിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഏതാണ്? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ആരാ? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ആരാ മക്കളെ? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. 2 കട്ട് അല്ലേ? സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2. സൈൻ ബൈ കോസ് ആരാ? ടാൻ അല്ലേ? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. എടാ ടാൻ സ്ക്വയർ അണ്ടർ ദ റൂട്ട് അല്ലേ? റൂട്ട് ഒഴിവാക്കി എന്ത് കിട്ടും? ആ സ്ക്വയർ അങ്ങ് പോയില്ലേ? ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ 2 എത്ര കിട്ടി? എക്സ് ബൈ 2. റെഡി? എക്സ് ബൈ 2. യെസ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. റെഡി? യെസ്. ആ സെറ്റിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്താന്ന് പ്രൂവ് ചെയ്യണം? 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. റെഡി? ഇത്രയേ ഉള്ളൂ. നമുക്ക് സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ഈ എൻറ്റയർ ടേം ഏത് ടേംസിൽ വരണം? സൈനിന്റെ ടേംസിൽ വരണം അല്ലേ? സൈനിന്റെ ടേംസിൽ വരണം. റെഡി മക്കളെ? ഞാൻ കൊടുക്കണേ. അവിടെ 2 കാണുന്നുണ്ടല്ലോ, പിന്നെ ഒരു എക്സ് ഉണ്ട്, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ റിസൾട്ട് ഒക്കെ അറിയാലോ. ആ സ്ട്രക്ചർ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ
അതേ സ്ട്രക്ചർ അല്ലേ, 1 ഉണ്ട്, മൈനസ് ഉണ്ട്, എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ. റെഡി? അപ്പൊ ഞാൻ എന്ത് കൊടുത്തു അറിയോ? ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ആസ് സൈൻ തീറ്റ. എക്സിന് എന്ത് കൊടുത്തു? ഞാൻ സൈൻ തീറ്റ എന്ന് കൊടുത്തു. എടാ എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ ഇതേ സ്റ്റെപ്പിൽ എഴുതണം. തീറ്റ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെ? തീറ്റ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ്. എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ എത്രയാ? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ കൊടുക്കാലോ, സൈൻ ഇൻവേഴ്സ് 2 ഇൻറ്റു എക്സ്. എക്സ് ആരാ? സൈൻ തീറ്റ. റെഡി? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കഴിഞ്ഞല്ലോ? യെസ്. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അല്ലേ? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ. റെഡി? സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ. എടാ സ്ക്വയർ ഉണ്ട്, റൂട്ടിനകത്താണ്. സ്ക്വയർ റൂട്ട് എടുത്ത് എന്ത് വരും? ആ സ്ക്വയർ അങ്ങ് പോയിട്ടോ. യെസ്. സൈൻ ഇൻവേഴ്സ് മക്കളെ ഇയാൾ അറിയില്ലേ? 2 സൈൻ തീറ്റ കോസ് തീറ്റ. ആരാ 2 സൈൻ തീറ്റ കോസ് തീറ്റ? സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. എന്താ സൈൻ ഇൻവേഴ്സ്? സൈൻ ഒരു ആംഗിൾ വന്നാൽ, സൈൻ ഇൻവേഴ്സ് ഒരു ആംഗിൾ വന്നാൽ ആ ആംഗിൾ തന്നെ എഴുതാം കേട്ടോ. 2 ഇൻറ്റു തീറ്റ. തീറ്റ തീറ്റ ആരാ? സൈൻ ഇൻവേഴ്സ് എക്സ്. റെഡി? യെസ്. പ്രൂവ്ഡ് അല്ലേ? പ്രൂവ്ഡ് അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ടത്. റെഡി? ഇപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എക്സ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എക്സ് കേട്ടോ. ഓക്കെ, ഇതിനൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെക്ക് ചെയ്യാം. റെഡി? റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ് കേട്ടോ. റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. ശ്രദ്ധിക്കുക, നമ്മൾ ഇതേപോലെ സാധനം ഇവിടെ ചെയ്തിട്ടോ. 1 മൈനസ് കണ്ടോ, 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ വരുമ്പോൾ നമ്മൾ ഈ പരിപാടി എടുക്കണം. റെഡി? ഇത് അതേ സ്ട്രക്ചറാണ്, പക്ഷെ ഇവിടെ ആര് വന്നു? കോസ് എക്സ് ആണ് ന്യൂമറേറ്ററിൽ, താഴെയോ 1 മൈനസ് സൈൻ എക്സ് കേട്ടോ. അപ്പോൾ ഐഡിയ എത്രയേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് ആണല്ലോ ഇവിടെ. ഈ എൻറ്റയർ തിങ് ഇതിനെ കംപ്ലീറ്റ് നമുക്ക് എങ്ങോട്ട് മാറ്റണം? അതിനെ കംപ്ലീറ്റ് നമുക്ക് ടാനിന്റെ ടേംസിലേക്ക് മാറ്റണം. റെഡി? അപ്പൊ കുറച്ച് റിസൾട്ടുകൾ പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. റെഡി? ഒരുപാട് രീതി ചെയ്യാം കേട്ടോ. നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയ മെത്തേഡ് തന്നെ നമുക്ക് എടുക്കാം. കോസ് 2x റിസൾട്ട് അറിയില്ലേ? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് അറിയാലോ. കോസ് 2x റിസൾട്ട് എന്താ? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. മക്കളെ കോസ് എക്സിന്റെ റിസൾട്ട് എന്ത് വരും? നമ്മൾ ആംഗിൾ പകുതിയാക്കുന്നു. ആദ്യം ആംഗിൾ എത്രയായിരുന്നു? 2x ആയിരുന്നു. ഇപ്പൊ ആംഗിൾ എത്രയായി? എക്സ് പകുതിയാക്കി അല്ലേ? എങ്ങനെ എഴുതണ്ടേ? കോസ് സ്ക്വയർ എക്സിന്റെ പകുതി x/2 മൈനസ് സൈൻ സ്ക്വയർ എക്സിന്റെ പകുതി x/2. റെഡിയാണോ? കോസ് എക്സിന് പകരം എന്ത് കൊടുക്കാം? കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2. ക്ലിയർ? യെസ്. ശ്രദ്ധിക്കാം. 1 മൈനസ് സൈൻ എക്സ്. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഞാൻ എടുക്കുകയാണ്. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ എടുക്കുക. എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. സെയിം പരിപാടി കേട്ടോ. അവിടെ നോക്കിക്കോ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് കേട്ടോ. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. റെഡി? എടാ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്താ? അത് 1 അല്ലേ? കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 അല്ലേ? മൈനസ് എന്താ? 2 സൈൻ എക്സ് കോസ് എക്സ്. 2 സൈൻ എക്സ് കോസ് എക്സ് പറഞ്ഞാൽ സൈൻ 2x അല്ലേ? സൈൻ 2x അല്ലേ? മക്കളെ ഇയാളെ എനിക്ക് എങ്ങനെ മാറ്റിയതാം? 1 മൈനസ് സൈൻ 2x എന്ന് മാറ്റിയതാം. റെഡി? യെസ്. ശ്രദ്ധിക്കുക. 1 മൈനസ് സൈൻ 2x നമുക്കറിയാം എന്താ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ കേട്ടോ. അപ്പോ 1 മൈനസ് സൈൻ എക്സ് എന്ത് ചെയ്യും? 2x ആയിരുന്നു ആദ്യം അല്ലെ? ആദ്യം എന്തായിരുന്നു? 2x ആയിരുന്നു. ഇപ്പൊ ഞാൻ അതിന്റെ പകുതി എടുക്കുന്നുള്ളൂ, എക്സ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആംഗിൾ പകുതിയാക്കുകയാണ് എന്ത് ചെയ്യണം? ഇക്വേഷന്റെ മറ്റേ സൈഡിൽ എന്ത് ചെയ്യണം? വേറൊന്നും ചെയ്യണ്ട, ആംഗിൾ മാത്രം പകുതിയാക്കാം. അവിടെ സ്ക്വയർ ഉണ്ടാവും, ക്യൂബ് ഉണ്ടാവും, കോഎഫിഷ്യന്റ് ഉണ്ടാവും, ഒന്നും ചെയ്യണ്ട. ആംഗിളിനെ മാത്രം എന്ത് ചെയ്യുക? പകുതിയാക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ എങ്ങനെ എഴുതും? ശ്രദ്ധിക്കുക. ബ്രാക്കറ്റ് ഇട്ടു. കോസ് എക്സ്, എക്സ് ആംഗിൾ പകുതിയാക്കണ്ടേ? x/2 മൈനസ് സൈൻ എക്സിനെ പകുതിയാക്കിയാൽ സൈൻ x/2 ഹോൾ സ്ക്വയർ. ഈ രണ്ട് റിസൾട്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? അപ്പൊ കോസ് എക്സിനെ മാറ്റേണ്ട വിധം ഓക്കെയാണ്. കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2
1 മൈനസ് സൈൻ എക്സിന് മാറ്റുന്ന ഗതി ഒക്കെ അല്ലേ? കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ. റെഡി? അപ്പോൾ ഈ രണ്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കിക്കോ. യെസ്, ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. എന്താ ചെയ്യണ്ടേ? ടാൻ ഇൻവേഴ്സ് കോസ് എക്സിന് പകരം എന്ത് കൊടുക്കണം? കോസ് എക്സിന് പകരം എന്ത് കൊടുക്കണം? നമ്മൾ പറഞ്ഞ റിസൾട്ട് എന്താ? എല്ലാവരും നോക്കിക്കേ. കോസ് സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സിന്റെ റിസൾട്ട് നമ്മൾ പഠിച്ചു. എന്താ? കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ അല്ലേ? യെസ് മക്കളെടാ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അറിയില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അറിയില്ലേ? എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അതേ സ്ട്രക്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കുക. കോസ് സ്ക്വയർ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ ടുന്റെ ഹോൾ സ്ക്വയർ അല്ലേ? ലൈക്ക് എ സ്ക്വയർ അല്ലേ? നടുക്ക് മൈനസ് കണ്ടോ? മൈനസ് ഉണ്ട്. ബി സ്ക്വയർ, ബിന്റെ സ്ക്വയർ ആരാ? സൈൻ എക്സ് ബൈ ടുന്റെ ഹോൾ സ്ക്വയർ. റെഡി? അപ്പോ ആ ന്യൂമറേറ്ററിലുള്ള ആ ചങ്ങായി നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ടാൻ ഇൻവേഴ്സ്, ശ്രദ്ധിക്കുക, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? എ അവിടെ ആരാ മക്കളെ? കോസ് എക്സ് ബൈ ടു. എ അവിടെ ആരാ? കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഇൻറ്റു കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു കേട്ടോ. ആ റിസൾട്ട് അപ്ലൈ ചെയ്യും. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ആരാളെ? കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ. റെഡിയാണോ? ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാലോ. ശ്രദ്ധിക്കുക. യെസ്, ന്യൂമറേറ്റർ ആരുണ്ട്? കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഇൻറ്റു കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു. ഡിനോമിനേറ്റർ ആരാ? കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ. അവിടെ രണ്ട് പേരുണ്ട് അല്ലേ? കട്ട് ചെയ്യാലോ. നോക്കിയാ, ഈ സ്ക്വയറും കട്ട് ചെയ്യാം, ഇയാളെയും കട്ട് ചെയ്യാം. രണ്ടും ഒരേ ആളല്ലേ? റെഡി? അപ്പൊ എന്ത് കിട്ടും മക്കളെ? ശ്രദ്ധിക്കുക. ടാൻ ഇൻവേഴ്സ് ശ്രദ്ധിക്കുക. കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു. റെഡി? ഒരു ടേം അവിടെ കട്ടായി പോയി കേട്ടാ. അപ്പൊ കോസ് പ്ലസ് സൈന്, കോസ് മൈനസ് സൈന്. കഴിഞ്ഞ വർഷം ചെയ്ത ഓർമ്മയുണ്ടോ? കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. എല്ലാ ടേംസിനും നമ്മൾ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? ഇവിടെ നോക്കടാ, എല്ലാ ടേംസിനും നമ്മൾ കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നോക്കിക്കോ. ടാൻ ഇൻവേഴ്സ് ശ്രദ്ധിക്കുക. കോസ് എക്സ് ബൈ ടുവിനെ കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 1 അല്ലേ? പ്ലസ് ശ്രദ്ധിക്കുക, സൈൻ എക്സ് ബൈ ടുവിനെ കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? സൈൻ എക്സ് ബൈ ടുവിനെ കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ ബൈ കോസ് എന്താ? ടാൻ അല്ലേ? അപ്പൊ ഇതെന്ത് വരും മക്കളെ? ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ അഗൈൻ കോസ് എക്സ് ബൈ ടു കാണുന്നില്ലേ? കോസ് എക്സ് ബൈ ടുവിനെ കോസ് എക്സ് ബൈ ടു വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും നമുക്ക്? 1 ദെൻ മൈനസ് സൈൻ എക്സ് ബൈ ടു. എന്താ മക്കളെ സൈൻ എക്സ് ബൈ ടു? സൈൻ എക്സ് ബൈ ടു ഈസ് അഗൈൻ സൈൻ എക്സ് ബൈ ടു ബൈ ടാൻ എക്സ്, സോറി, സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ എക്സ് ബൈ ടു. റെഡി? അപ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ ടു. അത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. യെസ് ശ്രദ്ധിക്കുക. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് പഠിച്ച ഓർമ്മ ഉണ്ടോ? ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് അല്ലേ? ടാൻ എക്സ് പ്ലസ് വൈ, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ അല്ലേ? അപ്പൊ ടാൻ പൈ ബൈ 4 പ്ലസ് എക്സിനെ എങ്ങനെ മാറ്റി ചെയ്താ? ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് അല്ലേ? ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ എത്രയാ? 1. അപ്പോ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ആണെന്നിരിക്കേ മക്കളെ നോക്കടാ, ടാൻ ഇൻവേഴ്സ് ഇയാളെ നമ്മൾ എങ്ങനെ മാറ്റി ചെയ്തും? യെസ്, ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് ശ്രദ്ധിക്കുക, ഇയാൾ എങ്ങനെ മാറ്റി എഴുതാ? യെസ്, ടാൻ പൈ ബൈ 4 പ്ലസ് നേരത്തെ എക്സ് ആയിരുന്നു, ഇവിടെ എന്താ? എക്സ് ബൈ 2. tan inverse tan pi by 4 plus x by 2. tan inverse tan theta. tan inverse tan pi by 4 plus x by 2. എത്ര കിട്ടും? pi by 4 plus x by 2. ഓക്കെ മക്കളെ, ഈ എക്സാമിന് ഡിഫിക്കൽട്ടി കൂടുമ്പോഴേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എളുപ്പമായിട്ടാണെങ്കിൽ വെറുതെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിച്ച് അല്ലേ, നമ്മൾ നേരത്തെ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചില്ലേ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടായിരിക്കും പോവാ കേട്ടോ. അപ്പോ എക്സാമിന് ട്രെൻഡ് വെച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്ത് പഠിച്ചിട്ട് പോകണം. റെഡി? ഓക്കെ, നമുക്ക് എല്ലാവർക്കും മാർക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
അടുത്ത ക്വസ്റ്റിലേക്ക് പോകാലോ അല്ലേ? റൈറ്റ് ദി ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഒരേ കൺസെപ്റ്റ്. ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് വലിയൊരു സാധനം ഉണ്ട് അല്ലേ? കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ആളിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം? ടാനിലേക്ക് മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ കോസ് പ്ലസ് സൈന്, കോസ് മൈനസ് സൈൻ അല്ലേ? കോസ് പ്ലസ് സൈൻ ഡിവൈഡഡ് ബൈ കോസ് മൈനസ് സൈൻ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും കോസും സൈനും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ടേംസിനെയും കോസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? നമ്മൾ പ്ലസ് വണ്ണിൽ എടുത്ത അതേ പരിപാടി ഇവിടെ നോക്കിയേ. ടാൻ ഇൻവേഴ്സ് നമ്മുടെ കയ്യിൽ ആരാ ഉള്ളത്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. റെഡി? ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. എന്ത് ചെയ്യണം? എല്ലാ ടേംസിനെയും, ആ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ടേംസിനെയും കോസ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കണം, ടാൻ ഇൻവേഴ്സ് കോസ് എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് വരും കോസ് ബൈ കോസ് 1 മൈനസ് സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കിട്ടും ടാൻ എക്സ് അല്ലേ? സൈൻ ബൈ കോസ് ടാൻ അല്ലേ? റെഡി? കോസ് ബൈ കോസ് അഗൈൻ 1 പ്ലസ് സൈൻ ബൈ കോസ് ചെയ്താൽ മക്കളെ അഗൈൻ എന്ത് കിട്ടി? ടാൻ എക്സ് എന്ന് കിട്ടി. റെഡി? അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എങ്ങനെ മാറ്റി എഴുതാം? തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ട് കേട്ടോ. ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ആണേ. പൈ ബൈ 4 മൈനസ് എക്സ്. 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് റിസൾട്ട് എന്താ? ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. തിരിച്ച് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ആണെങ്കിലോ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റൻ അതായിരുന്നു. അത് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്. ടാൻ ഇൻവേഴ്സ് ടാൻ ഓഫ് ഒരു ആംഗിൾ വന്നാൽ ആൻസർ എന്താ? ദാറ്റ് ആംഗിൾ ഇറ്റ്സെൽഫ് പൈ ബൈ 4 മൈനസ് എക്സ്. സിമ്പിൾ. 3 മാർക്ക് വാങ്ങിച്ച് വരെ പോട്ടാ. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റൻ ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആണ്. ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. ഇതാ ഇവിടെ പോയി ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. ആൻസർ എന്ത് കിട്ടി? പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 അല്ലേ? അത് പ്രൂവ് ദാറ്റ് ആയിട്ട് ചോദിച്ചാ കേട്ടോ. പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. റെഡി? യെസ്. ഐഡന്റിഫൈ ദ ഗ്രാഫ് ഫ്രം ദി എബോവ് ഫംഗ്ഷൻ. മക്കളാടാ ശ്രദ്ധിച്ചേ. മൈനസ് പൈ ബൈ 2 ആവുന്ന സമയത്ത് വാല്യൂ എത്ര വരുന്നത്? മൈനസ് പൈ ബൈ 2 ആവുന്ന സമയത്ത് വാല്യൂ -1 ആണ്. ആൻഡ് 1 ആവുന്ന സമയത്ത് പൈ ബൈ 2 ആവുന്ന സമയത്ത് വാല്യൂ എത്ര വരുന്നത്? 1 അല്ലേ? ഇതാരുടെ ഫംഗ്ഷനാ? സൈൻ ഇൻവേഴ്സ് കേട്ടോ. ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ റെപ്രസെന്റഡ് ഇൻ ദ എബോവ് ഗ്രാഫ്. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് എത്രയാടാ? സൈൻ ഇൻവേഴ്സ് x ഈസ് ഈക്വൽ ടു ബൈ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാ? യെസ്, -1 മുതൽ +1 വരെ. റെഡി? എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഖ്യകൾ റേഞ്ചസ് ഫ്രം -1 മുതൽ +1 വരെ കേട്ടോ. y എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ്. ഇവിടെ റേഞ്ചിന് നമ്മൾ പ്രത്യേകം ഒരു പേര് വിളിക്കും അല്ലെ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വിളിക്കും. എന്തായാലും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? -π/2 നിന്ന് +π/2 എളുപ്പമാണ്. യെസ്. എക്സ് എലമെന്റ് ഓഫ് 0 to π/2 ശ്രദ്ധിക്കുക. കോട്ട് ഇൻവേഴ്സ് 1 plus sin x plus √1 plus sin x plus √1 minus sin x divided by again √1 plus sin x minus √1 minus sin x. ആൻസർ എന്ത് കിട്ടണം? x/2 എന്ന് കിട്ടണം. റെഡി? മക്കളെ ശ്രദ്ധിക്കേ. നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഇവിടെ കോട്ട് ഇൻവേഴ്സ് ഉണ്ട് അല്ലേ? ഇത്രയും ആളെ എന്തിലേക്ക് മാറ്റണം? അത്രയും ആളെ എന്തിലേക്ക് മാറ്റണം? കോട്ട് എക്സിന്റെ ടേംസിലേക്ക് മാറ്റണം അല്ലേ? യെസ്, ശ്രദ്ധിക്കാം. നമ്മള് ഈ റിസൾട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 1 plus sin x പറഞ്ഞത്, 1 minus sin x പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ ഒന്നും കൂടി അത് എഴുതാം, ശ്രദ്ധിച്ചോ. റിസൾട്ട് മാത്രം എഴുതാം കേട്ടോ. ഇവിടെ നോക്കിക്കോ. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? 1 plus sin 2x കിട്ടും. റെഡി? അപ്പൊ 1 plus sin 2x വന്നാൽ അറിയാം. എങ്ങനെ 1 plus sin x കണ്ടുപിടിക്കുക? ആംഗിൾ പകുതിയാക്കണ്ടേ? ഹാഫ് ആംഗിൾ തിയറം അല്ലേ? ഇവിടെ ആംഗിൾ 2x ആണല്ലോ. ആ 2x പകുതിയാക്കി നമുക്ക് എന്ത് കിട്ടും? x എന്ന് കിട്ടും അല്ലേ? എന്ത് കിട്ടും? x എന്ന് കിട്ടും. അപ്പോ ആംഗിള് ഈ ഭാഗത്ത് പകുതിയാക്കുകയാണെങ്കിൽ മക്കളെ അടുത്ത സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ആംഗിൾ പകുതിയാക്കണം അല്ലേ? ഇവിടെ ആംഗിൾ പകുതിയാക്കൽ cos x/2 sin x/2. റെഡി? അപ്പൊ 1 plus sin x വരെ എന്ത് കൊടുക്കാം? cos x/2 plus sin x/2 ഹോൾ സ്ക്വയർ കൊടുക്കാം. സിമിലർലി 1 minus sin x എങ്ങനെ കൊടുക്കാടാ? 1 minus sin x ഇതാണ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത സാധനം. 1 minus sin x എന്ത് കൊടുക്കാം? cos x/2 minus sin x/2 ഹോൾ സ്ക്വയർ. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ആ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ഐഡന്റിറ്റി മാത്രം നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, യെസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. കോട്ട് ഇൻവേഴ്സ് ബ്രാക്കറ്റ്
റൂട്ട് 1 പ്ലസ് സൈൻ എക്സ്. റൂട്ട് 1 പ്ലസ് സൈൻ എക്സ് പറയുമ്പോൾ റൂട്ട് ഓഫ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ അല്ലേ, പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താ 1 മൈനസ് സൈൻ എക്സ് ആണ് വരുന്നത്, കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് സൈൻ എക്സ്. അഗൈൻ റൂട്ട് 1 പ്ലസ് സൈൻ എക്സ് ആരാ, റൂട്ട് ഓഫ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് അല്ലേ, പ്ലസ് അല്ല അവിടെ മൈനസ് ആണ്, യെസ് മൈനസ് റൂട്ട് 1 മൈനസ് സൈൻ എക്സ് എങ്ങനെ മാറ്റാം, കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, എല്ലാ സംഗതിയും റൂട്ടിനകത്താ, എല്ലാവർക്കും ഹോൾ സ്ക്വയർ ഇല്ലേ, എടാ ഹോൾ സ്ക്വയർ റൂട്ട് എടുത്താൽ സ്ക്വയർ അങ്ങ് പോയില്ലേ, എങ്ങനെ മാറ്റി എഴുതും, ഇവിടെ നോക്കിക്കോ, കോട്ട് ഇൻവേഴ്സ് ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക, റൂട്ട് ഒഴിവാക്കിയാൽ കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 അല്ലേ, പ്ലസ് കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 റെഡി, ഹോൾ ഡിവൈഡഡ് ബൈ. മക്കളെ അടിഭാഗത്ത് റൂട്ട് ഒഴിവാക്കടാ, യെസ് ഫസ്റ്റത്തിന് പ്രശ്നമൊന്നുമില്ല, കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2. ശ്രദ്ധിക്കണേ, ഇനി റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ആണ്. ശ്രദ്ധിക്കുക അവിടെ ബ്രാക്കറ്റിൽ പുറത്താരുള്ളേ, മൈനസ് ആണ്. അപ്പൊ മൈനസ് പുറത്തുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള സംഗതികളൊക്കെ എന്ത് വരും, അതിന്റെ റിവേഴ്സ് സൈഡിലേക്ക് പോകും അല്ലെ. കോസ് എക്സ് ബൈ 2 ബ്രാക്കറ്റിനകത്ത് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക, ആ മൈനസ് അയാൾ എന്താക്കും, നെഗറ്റീവ് ആക്കും കേട്ടോ, നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് ഇരിക്കുന്ന സൈൻ എക്സ് ബൈ 2 മക്കളെ പുറത്തെ മൈനസ് വന്നതിന് എന്ത് ചെയ്യും, അയാൾ പോസിറ്റീവ് ആകും. എല്ലാവരും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ, യെസ് പോസിറ്റീവ്. റെഡി, ഇനി എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, സൈൻ എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 കട്ട്, താഴെ കോസ് എക്സ് ബൈ 2 മൈനസ് കോസ് എക്സ് ബൈ 2 കട്ട് കേട്ടോ. എടാ ഈ ക്വസ്റ്റ്യനെ വേറെയും ഒരുപാട് തരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ രണ്ട് റിസൾട്ട് അറിയാമെങ്കിൽ എളുപ്പം ചെയ്യാം കേട്ടോ, യെസ്. അപ്പോ കോട്ട് ഇൻവേഴ്സ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, യെസ് ബ്രാക്കറ്റ് കോസ് എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2 എന്ത് കിട്ടും, 2 കോസ് എക്സ് ബൈ 2. റെഡി, സൈൻ എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും, 2 സൈൻ എക്സ് ബൈ 2. 2 കട്ട് ചെയ്യാം മക്കളെ, ആംഗിൾ ഒന്നും കട്ട് ചെയ്തിട്ടാ. റെഡി, കോട്ട് ഇൻവേഴ്സ് കോസ് ബൈ സൈൻ ആരാ, കോട്ട് അല്ലേ, കോട്ട് ഇൻവേഴ്സ് കോട്ട് എക്സ് ബൈ 2. ആൻസർ എന്താ, എക്സ് ബൈ 2 അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ, എക്സ് ബൈ 2. റെഡി, അപ്പോ ഈ രണ്ട് ഇക്വേഷൻസും പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പം ചെയ്യാം. യെസ്, ഫൈൻഡ് ദി ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1. ഓക്കെ, ശ്രദ്ധിക്കണം, നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1ന്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് എന്നിരിക്കട്ടെ, അവിടെ ഡൊമൈൻ എന്തായിരുന്നു മക്കളെ, എക്സിന് കൊടുക്കാൻ പറ്റുന്ന സംഖ്യകൾ എലമെന്റ് ഓഫ് -1,1 ഇടയിലായിരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ അല്ലേ, അതായത് സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ അല്ലേ എക്സ് ഇരിക്കുന്നേ, അവിടെ വരേണ്ട സംഖ്യകൾ -1നും 1നും ഇടയിലായിരിക്കണം. റെഡി, ഓക്കെ. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് -1നും 1നും ഇടയിൽ എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കട്ടോ, ഇവിടെ എക്സ് ആണോ ഇരിക്കുന്നേ, അല്ല, ആ സ്പേസിനകത്ത് ആരാ ഇരിക്കുന്നേ, എക്സ് പ്ലസ് 1 ആയിരിക്കുന്നേ അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് എക്സ് ഇരിക്കുന്നത് അല്ലെ. ആ എക്സ് ഇരിക്കേണ്ട സ്ഥലത്ത് വരേണ്ട സംഖ്യകളെല്ലാം -1നും 1നും ഇടയിലായിരിക്കണം. റെഡി, ഇവിടെ സൈൻ ഇൻവേഴ്സ് വരുന്ന സ്പേസിനകത്ത് ആരാ ഉള്ളേ, എക്സ് പ്ലസ് 1 അല്ലേ. അപ്പോ എക്സ് പ്ലസ് 1ന് കിട്ടേണ്ട വാല്യൂസ് എപ്പോഴും എന്തായിരിക്കണം, -1നും 1നും ഇടയിലായിരിക്കണം. അപ്പൊ എങ്ങനെ എഴുതാം നമ്മൾ, ഇവിടെ നോക്കിക്കോ, എക്സ് പ്ലസ് 1ന്റെ വാല്യൂ ഏറ്റവും കുറഞ്ഞത് -1ഉം ഏറ്റവും കൂടിയത് ആരാ, 1ഉം കേട്ടോ. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. റെഡി, യെസ്. നമുക്ക് ഡൊമൈനെ കണ്ടുപിടിക്കണ്ടേ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് നമുക്ക് ഏതൊക്കെ സംഖ്യകൾ കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ഫോർ എക്സ് പ്ലസ് 1 ആണ് അല്ലേ. നമുക്ക് എക്സിലേക്ക് മാറ്റണം. എടാ എക്സ് പ്ലസ് 1നെ എക്സിലേക്ക് മാറ്റണമെങ്കിൽ ആ +1 അവിടെ നിന്ന് ഒഴിവാക്കണ്ടേ. എക്സ് പ്ലസ് 1 എങ്ങനെ ഒഴിവാക്കുക, എക്സ് പ്ലസ് 1ന്റെ കൂടെ ഒരു -1 കൊടുത്താൽ മക്കളെ +1 -1 പോയി, അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ്.
ലീനിയർ ഇനീക്വാലിറ്റിയിൽ പഠിച്ചതല്ലേ, ഒരു സംഖ്യ നമ്മൾ ഇനീക്വാലിറ്റി ഒരു ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ ചെയ്താൽ അതേപോലെ അടുത്ത ഭാഗത്തും കൊടുക്കണം അല്ലേ. ഇപ്പൊ ഇവിടെ ഒരു 1 ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മക്കളെ ഇവിടെയും ഒരു 1 കുറയ്ക്കണം, ഈ ഭാഗത്തും ഒരു 1 കുറയ്ക്കണം. ഇവിടെ ഓൾറെഡി -1 ആണ്, അതിൽ നിന്ന് ഒന്നുകൂടി കുറയ്ക്കാം. റെഡി? അപ്പൊ നമുക്ക് നമ്മുടെ റിസൾട്ട് എന്ത് കിട്ടും? ഇവിടെ നോക്കിക്കോ, -1 എന്ത് കിട്ടും? -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. 1 - 1 0 അല്ലേ? യെസ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ കിട്ടി 0. ഓക്കെ, ഇപ്പൊ അത് കംപ്ലീറ്റ്ലി എക്സിന്റെ വാല്യൂസ് ആയി. എക്സിന് ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കണം? ഏറ്റവും കുറഞ്ഞത് -2, ഏറ്റവും കൂടിയത് 0 അല്ലെ. എങ്ങനെ എഴുതാം? ഡൊമൈൻ എക്സ് എലമെന്റ് ഓഫ് -2, 0. റെഡി? ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? റേഞ്ച് എടാ സൈൻ ഇൻവേഴ്സ് അല്ലേ ഫംഗ്ഷൻ. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്താ? എപ്പോഴും എന്തായിരിക്കും? -π/2 π/2 ഇടയിലായിരിക്കും. ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സിനകത്ത് ഇപ്പൊ ഏത് നമ്പർ വന്നാലും പ്രശ്നമില്ല. അവിടെ x+1 വന്നാൽ പ്രശ്നമില്ല, x²+1 വന്നാൽ പ്രശ്നമില്ല. ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് സംതിങ്ങിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? -π/2 π/2 ഇടയിലായിരിക്കും. ഓക്കെ, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പൊ 2 ഉണ്ട് വിചാരിക്കാം. 2 സൈൻ ഇൻവേഴ്സ് ഒക്കെയാണ് വിചാരിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഇൻറ്റു ചെയ്യണം, ഇവിടെ 2 ഇൻറ്റു ചെയ്യണം, ഇവിടെയും 2 ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പൊ 2 കട്ടായിക്കാൻ ഇവിടെ -π വരും, ഈ 2 കട്ടായിക്കാൻ ഇവിടെ π വരും. റെഡി? അപ്പോ അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? റേഞ്ച് കണ്ടുപിടിക്കാൻ കേട്ടോ. ഇപ്പൊ വെറുതെ സൈൻ ഇൻവേഴ്സ് ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ അവിടെ -π/2 to π/2 തന്നെയാണ് റേഞ്ച് കേട്ടോ. അതിന്റെ കൂടെ കോഎഫിഷ്യന്റ് 2ഓ 3ഓ 1/2 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത പരിപാടി അവിടെ ചെയ്യണം. റെഡി? ഓക്കെ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഡിഫൈൻഡ് നമ്മൾ പഠിച്ചതാണ്. -π/2 to π/2 ആണ്. യെസ്. സൈൻ ഇൻവേഴ്സ് സൈൻ 160, ഇതിന്റെ ഒരു കൺസെപ്റ്റ് ചെറുതായിട്ട് തലോടി പോയിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്താ? തീറ്റ അല്ലേ. ഇതിങ്ങനെ എഴുതാനുള്ള കണ്ടീഷൻ ഉണ്ട്. ഈ തീറ്റ എന്ന് പറയുന്ന ആള് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം? -π/2 π/2 ഇടയിലുള്ള ആംഗിൾ ആയിരിക്കണം. എന്നാ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എടാ സൈൻ ഇൻവേഴ്സ് സൈൻ 160 എന്ന് പറയുന്ന ആള് ഇതിനിടയിലാണോ? -90 ഇടയിലാണോ? അല്ല. അപ്പോ ഇത് ആൻസർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 160 എന്ന് കാണുമ്പോൾ ആരെങ്കിലും 160 ഡിഗ്രി എഴുതിയിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ച് വീട്ടിൽ പോകും, വീട്ടിൽ പോയിട്ട് കരയും കേട്ടോ. അപ്പൊ 160 എഴുതരുത്. 160 എന്ന് പറയുന്നത് എന്താ? 90ക്ക് പുറത്താ കേട്ടോ. അപ്പൊ 160നെ മാറ്റണം. എങ്ങനെ മാറ്റും മക്കളെ? ഇത് തെറ്റാണേ. സൈൻ ഇൻവേഴ്സ് സൈൻ 160 ഡിഗ്രീനെ 180 - 20 ഡിഗ്രി എന്ന് എഴുതാം. 180 - 20 ഡിഗ്രി എന്ന് എഴുതാം. യെസ്. സൈൻ ഇൻവേഴ്സ് സൈൻ 180 - 20 180 മൈനസ് π മൈനസ് ആണ് എങ്കിൽ മക്കളെ സൈൻ ഫംഗ്ഷൻ തന്നെ, അതിന് മാറ്റമില്ല. സൈൻ 20 അഗൈൻ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 160 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് അല്ലേ? യെസ്, പോസിറ്റീവ്. സൈൻ ഇൻവേഴ്സ് സൈൻ 20 ഡിഗ്രി, ആൻസർ 20 ഡിഗ്രി. കഴിഞ്ഞട്ടാ. റെഡി? യെസ്. സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4. സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4. സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4. മക്കളെ ഇനിയും നേരം വെളുക്കാത്ത ആൾക്കാരുണ്ടോ? ഇതിന് ആൻസർ 13π/4 എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റും. കാരണം എന്താ? π/4 എന്ന് പറഞ്ഞാൽ തന്നെ എത്രയായി? 45 ഡിഗ്രി അല്ലെ. 13 × 45 ഡിഗ്രി എന്ന് പറഞ്ഞാലോ 90-നും അപ്പുറം പോയില്ലേ. നമുക്ക് ആംഗിള് -π/2 π/2 ഇടയിലായിരിക്കണം അല്ലെ. അപ്പോ സ്ട്രൈറ്റ് സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4 എന്ന് എഴുതരുത് കേട്ടോ, മാറ്റണം. സൈൻ ഇൻവേഴ്സ് സൈൻ എങ്ങനെയാ 13π/4 മാറ്റണ്ടേ? ഓർമ്മയുണ്ടോ? +1 പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇത് 13 അല്ലേ, ഇത് 4 അല്ലേ. 13ന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന 4നെ മൾട്ടിപ്പിൾ ചെയ്താ 13ന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന 4നെ മൾട്ടിപ്പിൾ. എടാ 13ന്റെ തൊട്ട് പുറകിൽ ആരുണ്ടാവും? 12 ഉണ്ടാവും അല്ലെ. മുമ്പിൽ ആരുണ്ടാവും? 14 ഉണ്ടാവും. 12 മൾട്ടിപ്പിൾ അല്ലേ 4ന്റെ? യെസ്. അപ്പൊ എങ്ങനെ മാറ്റി ചെയ്താം? 13π-നെ 12π + π എന്ന് മാറ്റി ചെയ്താം അല്ലെ. 12π + π എന്ന് മാറ്റി ചെയ്താം. ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളേ? 4. റെഡി? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 12π/4 + π/4. 12π/4 12ഉം 4ഉം കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3π + π/4 എന്ന് കിട്ടും. 3π + π/4 എന്ന് കിട്ടും. റെഡിയാണോ? 13π/4നെ സ്പ്ലിറ്റ് ചെയ്തത് റെഡിയാണോ? 3π + π/4. റെഡി? അപ്പോ സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4 എങ്ങനെ മാറ്റി എഴുതാം? 3π + π/4 എന്ന് മാറ്റി എഴുതാം. റെഡി? യെസ്. മക്കളെ സൈൻ ഇൻവേഴ്സ് π + തീറ്റ സൈൻ തീറ്റ അല്ലേ? യെസ്. ഇപ്പൊ എങ്ങനെ മാറ്റി എഴുതും? സൈൻ ഇൻവേഴ്സ് സൈൻ
3π+π/4 എങ്ങനെ മാറ്റി എഴുതാം? sin π/4 എന്ന് മാറ്റി എഴുതാം. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ ചെക്ക് ചെയ്യണം. എവിടെയാ 3π വരിക? ഓക്കെ, ഇത് 0, ഇത് പൈ, ഇവിടെ π/2 ഉണ്ട്, ഇത് 3π/2, ദിസ് ഇസ് 2π അല്ലെ? ഇവിടം വരെ എത്തിയ 2π ആവുള്ളൂ അല്ലെ? എടാ ഒരു കറക്കം കൂടി കറങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മക്കളെ ഇത് എത്രയായി? 3π ആയി അല്ലെ? അപ്പൊ 3πയും പൈയൊക്കെ ഒരേ ലെവലില. 3π ഒരു കുറച്ച് ആംഗിൾ കൂടി കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കൂട്ടിയാൽ നിങ്ങൾ എവിടെ എത്തും? തേർഡ് ക്വാഡ്രന്റിൽ എത്തും. തേർഡ് ക്വാഡ്രന്റിലെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്, മൈനസ് കൊടുക്കണം അല്ലെ? അപ്പൊ സൈൻ ഇൻവേഴ്സ് മൈനസ് സൈൻ π/4 എങ്ങനെ മാറ്റിയതല്ലേ? സൈൻ ഇൻവേഴ്സ് സൈൻ മൈനസ് π/4 എങ്ങനെ ഉള്ളിലേക്ക് എടുത്തുകൂടെ മൈനസിനെ? യെസ്, മൈനസ് π/4. റെഡി? സൈൻ ഇൻവേഴ്സ് സൈൻ മൈനസ് π/4 ആൻസർ എന്താ? മൈനസ് π/4. റീസൺ അറിയാലോ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഇടയിലുള്ള സംഖ്യയാണ് ആര്? മൈനസ് π/4 അഥവാ -45. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. റെഡി? യെസ്. വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 1/2 1/2 പ്രശ്നമൊന്നുമില്ലല്ലോ? യെസ് യെസ്. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോ ഈ ലെവലിൽ വരെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആ ഏരിയ എത്തുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.